Okay, good morning. നമ്മൾ ബിസിനസ് റെഗുലേഷൻസ് എന്നുള്ള തേർഡ് സെമസ്റ്ററിലെ സബ്ജക്റ്റിന്റെ റിവിഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടും അതുപോലെ തന്നെ തേർഡ് സെമസ്റ്റർ ഒരുപാട് മുന്നേ കഴിഞ്ഞുകൊണ്ടും ഒക്കെ നിങ്ങൾക്ക് സബ്ജക്റ്റിന്റെ ടച്ച് വിട്ടുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്കൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള വളരെ ബ്രീഫായിട്ട് ഇപ്പോഴത്തെ ഈ കൊറോണ സമയത്തുള്ള എക്സാമിനേഷന്റെ എങ്ങനെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്രാഷ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് റെഗുലേഷൻ എന്നുള്ള സബ്ജക്റ്റ്, അതിലെ ഒരുപാട് ഡെഫിനിഷൻസും ഫീച്ചേഴ്സും ഒക്കെ നിങ്ങൾ പഠിക്കാനുണ്ട്. ബിസിനസ് റെഗുലേഷനിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ്, ബിസിനസ് ലോ ആണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബിസിനസ് ലോ എന്ന് പറയുമ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ. ബിസിനസ്സിൽ നമ്മൾ ഒരുപാട് കോൺട്രാക്റ്റുകൾ ചെയ്യും. അപ്പൊ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ സെയിൽസ്, ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ സെയിലുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലാണ്. സോ നമുക്ക് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പഠിക്കാനുണ്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പഠിക്കാനുണ്ട്. കൺസ്യൂമേഴ്സുമായിട്ട് നമുക്ക് ഡീൽ ഉള്ളത് കൊണ്ട് കൺസ്യൂമേഴ്സിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിക്കണം. അതുപോലെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, ഏജൻസി കോൺട്രാക്റ്റുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, കോൺട്രാക്ട് ഓഫ് ഏജൻസി, കോൺട്രാക്ട് ഓഫ് ഡെയിൽമെന്റ്, കോൺട്രാക്ട് ഓഫ് പ്ലഡ്ജ്, കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ സിലബസിലുണ്ട്. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് തുടക്കം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ലോ. ബിസിനസ് ലോയിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ. ആദ്യം എന്താണ് നിയമം? ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഒരു രാജ്യത്തും ആ ഗവൺമെന്റ് ആ രാജ്യത്തിന്റെ പൗരന്മാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാണ് ലോ എന്ന് പറയുന്നത്. ലോ is the body of rules that used to regulate the conduct of the members of the society, and these rules are framed by the society according to its needs. ആ സമൂഹത്തിനനുസരിച്ച് അവയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ് ലോ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കോൺട്രാക്ട് ആക്ട്. ഓക്കെ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആണ്. ഡേറ്റ് നിങ്ങൾ ഓർത്തു വെക്കണം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നത് ഏത് ഡേറ്റ് മുതലാണ്? 1 സെപ്റ്റംബർ 1872 ആണ്. 1 സെപ്റ്റംബർ 1872. ഈ ഡേറ്റ് ഓർത്തു വെക്കുക. ദെൻ ഇതിൽ പഠിക്കേണ്ട ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ എന്താണ്? അത് നിങ്ങൾക്ക് പല ക്വസ്റ്റ്യനിലും അത് ആൻസർ ആയിട്ട് എഴുതേണ്ടി വരും. കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ. സോ കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ റെഡ് മാർക്കിൽ കൊടുത്തിട്ടുള്ള, റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ ബി ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡിഫൈൻസ് കോൺട്രാക്ട് ഈസ് ആൻ അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. കോൺട്രാക്ടിനെ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതൊരു എഗ്രിമെന്റ് ആണ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് അല്ല. എഗ്രിമെന്റ് കോൺട്രാക്ട് ആവണമെങ്കിൽ എന്ത് വേണം? വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമം അംഗീകരിക്കണം, നിയമം അനുവദിക്കുന്ന എഗ്രിമെന്റ് ആവണം. നിയമം അനുവദിക്കുന്ന നിയമപരമായ എഗ്രിമെന്റ് ആവണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ആണ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ആ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താലാണ് അഗ്രിമെന്റ് വാലിഡ് ആവാം, അഗ്രിമെന്റ് കോൺട്രാക്ട് ആവാം. അപ്പൊ ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. അപ്പൊ ചോദിക്കാറുണ്ട് എക്സാമിന്, എവറി കോൺട്രാക്ട് ഈസ് ആൻ അഗ്രിമെന്റ് ബട്ട് ഓൾ അഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്. വൈ? എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ നമ്മൾ എന്താ എഴുതേണ്ടത്? എല്ലാ കോൺട്രാക്റ്റും അഗ്രിമെന്റ് ആണ്,
പക്ഷേ എല്ലാ അഗ്രിമെന്റും കോൺട്രാക്ട് അല്ല. അതിന്റെ കാരണം അഗ്രിമെന്റ് കോൺട്രാക്ട് ആവണമെങ്കിൽ ചില നിബന്ധനകളുണ്ട് അല്ലെ? എല്ലാ അഗ്രിമെന്റുകളും കോൺട്രാക്ട് അല്ല. അത് നിയമപരമായി അംഗീകരിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അഗ്രിമെന്റിൽ രണ്ടാളുകൾ വേണം, അവർക്ക് പ്രായപൂർത്തി ഉണ്ടാവണം, ബുദ്ധി ഉണ്ടാവണം അല്ലെ? അങ്ങനെ ചില കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളാവണം, ലോഫുൾ ഒബ്ജക്റ്റ് ആവണം, ലോഫുൾ കൺസിഡറേഷൻ ആവണം. ഇങ്ങനെയുള്ള നിബന്ധനകൾ രണ്ടുപേരുടെയും സമ്മതം, ഫ്രീ ആയ സമ്മതമാവണം. ഇങ്ങനെയുള്ള എല്ലാ നിബന്ധനകളും പാലിച്ചെങ്കിൽ മാത്രമേ അഗ്രിമെന്റ് കോൺട്രാക്ട് ആവുള്ളൂ. സോ ഈ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. കോൺട്രാക്ട് ഈസ് ആൻ അഗ്രിമെന്റ് എൻഫോഴ്സ്ബിൾ ബൈ ലോ. അപ്പൊ എന്താണ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാല്? അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ തമ്മിലുള്ള ഒരു പ്രോമിസ് ആണ് അല്ലെ? രണ്ടാളുകൾ, ഒരാൾ ഒരു പ്രോമിസ് നൽകുന്നു, മറ്റാൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു ഓഫർ നൽകുന്നു, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓഫറും അക്സെപ്റ്റൻസോടെ നൽകിയാലാണ് അവിടെ പ്രോമിസ് ഉണ്ടാവുക. ഒരു വാഗ്ദാനം, ഒരു പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഓഫർ നൽകുന്നു, അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പോഴാണ് അവിടെ പ്രോമിസ് ഉണ്ടാവുക. ആ പ്രോമിസിലേക്ക് ഒരു കൺസിഡറേഷൻ കൂടെ ചേരുമ്പോഴാണ് അഗ്രിമെന്റ് ആവുക. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ടാളുകൾ ഒരു പ്രോമിസ് നൽകുമ്പോൾ ഒരാൾ അങ്ങോട്ട് ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ടാവും, തിരിച്ച് ഇങ്ങോട്ടൊരു കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ടാവും. അപ്പൊ സംതിങ് ഇൻ റിട്ടേൺ, എന്താണോ തിരിച്ച് കിട്ടുന്നത്, നമ്മളൊരു കാര്യം അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ തിരിച്ചെന്താണോ കിട്ടുന്നത്, അതാണ് കൺസിഡറേഷൻ. സോ അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എവരി പ്രോമിസ് ആൻഡ് സെറ്റ് ഓഫ് പ്രോമിസ് ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. ഓക്കെ, എല്ലാ പ്രോമിസും അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രോമിസ്, അതിന്റെ കൂടെ എന്തുകൊണ്ട് കൺസിഡറേഷൻ കൂടെ ഉണ്ട്. അതുണ്ടായിരിക്കുന്നു ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച്, പരസ്പരം കൺസിഡറേഷനോട് കൂടി ഫോം ചെയ്യുന്ന പ്രോമിസ് ആണ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോമിസ് ആണ് അഗ്രിമെന്റ്. അതുകൊണ്ട് തന്നെ അഗ്രിമെന്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഒരു ഇക്വേഷൻ രൂപത്തിൽ കൊടുക്കുകയാണെങ്കിൽ അഗ്രിമെന്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് പ്ലസ് കൺസിഡറേഷൻ. അഗ്രിമെന്റിൽ എന്തൊക്കെയുണ്ട്? ഓഫർ ഉണ്ട്, ആക്സെപ്റ്റൻസ് ഉണ്ട്, കൺസിഡറേഷൻ ഉണ്ട്. ഓഫർ ആക്സെപ്റ്റൻസ് മാത്രമായാലും എന്താണ്? ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് എന്താണ്? പ്രോമിസ് ആണ് അല്ലെ? ഒരാൾ ഒരു കാര്യം ഓഫർ ചെയ്തു, മറ്റാൾ അത് ആക്സെപ്റ്റ് ചെയ്തു, അപ്പൊ അത് പ്രോമിസ് ആയി. ആ പ്രോമിസിൽ കൺസിഡറേഷൻ കൂടെ ഉണ്ടായാൽ അഗ്രിമെന്റ് ആയി. ഓക്കെ, ക്ലിയർ? അപ്പൊ അഗ്രിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനിയാണ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിൽ ഉള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്? or what are the essential features of a valid contract? അല്ലെങ്കിൽ ചോദിക്കാം, all contracts are agreement but all agreements are not contracts. Why? അപ്പൊ അതിന്റെയൊക്കെ ഉത്തരം ഇതാണ്. ഇവിടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കോൺട്രാക്ട് എന്താണെന്ന് എഴുതണം, കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ എഴുതണം. ഓക്കെ, ദെൻ അതിനുശേഷം കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിലുള്ള കണ്ടീഷൻസ് ഓരോന്നും എടുത്ത് എഴുതാം, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്തൊക്കെയാണ് നമ്മൾ കുറെ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ എലമെന്റ്സ്. ഈ 10 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു നോക്കണം. ഇപ്പോഴത്തെ എക്സാമിന്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ കൂടുതൽ പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കാതെ ഉള്ള സമയം മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയയെ കുറിച്ചും ഒരു ഏകദേശം ഐഡിയ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉള്ള സമയം മാക്സിമം ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ വിനിയോഗിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട് എഴുതുമ്പോൾ ഈ 10 പോയിന്റുകൾ എഴുതി ലിസ്റ്റ് ചെയ്യണം. അത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി. ഓക്കെ, എക്സ്പ്ലനേഷൻ ഒക്കെ. അപ്പൊ അതൊന്നും കൂടുതൽ വാല്യൂ ചെയ്യുന്ന ആളുകൾ കൂടുതൽ വായിച്ചു നോക്കൊന്നുമില്ല. എന്നാലും അത് എഴുതുമ്പോൾ അതിലൊരു കീ പോയിന്റ്സുകൾ അതിൽ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കണം. ഓക്കെ, കീ വേർഡ്സുകൾ ഉൾപ്പെടുത്താൻ. ഒരു കാര്യം പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാവും, അത് അതിൽ ഉൾപ്പെടുത്താം. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ്. ഒരു കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിൽ ഓഫർ വേണം, അക്സെപ്റ്റൻസ് വേണം. ഓക്കെ, രണ്ടാളുകൾ വേണം. അതിൽ ഒരാൾ ഓഫർ ചെയ്യണം, മറ്റേ ആൾ അത് അക്സെപ്റ്റ് ചെയ്യണം. എങ്കിലേ കോൺട്രാക്ട് വാലിഡ് ആവുള്ളൂ. ദെൻ രണ്ടാമത്തേതാണ് ലോഫുൾ കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം കോൺട്രാക്ട് വാലിഡ് ആണെങ്കിൽ. കൺസിഡറേഷൻ നിയമപരമോ ആവണം, ലോഫുൾ ആയിരിക്കണം. ഒരാളെ ഉപദ്രവിക്കുന്നതാവാൻ പാടില്ല, അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്കെതിരാവാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിൽ തെറ്റാണെന്ന് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളാവാൻ പാടില്ല. കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കും. ലോഫുൾ ഒബ്ജക്റ്റ്, നമ്മുടെ കോൺട്രാക്ടിന്റെ പർപ്പസ്, എന്ത് ഉദ്ദേശത്തിനാണോ നമ്മൾ കോൺട്രാക്ട് ചെയ്യുന്നത്, അതും ലോഫുൾ ആയിരിക്കണം. അതും നിയമവിരുദ്ധമാവാൻ പാടില്ല. കൺസിഡറേഷൻ മാത്രമല്ല, കോൺട്രാക്ടിന്റെ പർപ്പസും നിയമവിധേയമായിരിക്കണം.
നെക്സ്റ്റ് കൺസെൻസസ് ആഡിഡ്. ഇത് സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് കൺസെൻസസ് ആഡിഡ്. എന്താണ് കൺസെൻസസ് ആഡിഡ് എന്ന് പറഞ്ഞാല്? കൺസെൻസസ് ആഡിഡ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഓഫ് മൈൻഡ് ആണ്. അതായത് ബോത്ത് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് മസ്റ്റ് അഗ്രി ദ സബ്ജക്ട് മാറ്റർ ഇൻ ദ സെയിം മാനർ ആൻഡ് ഇൻ ദ സെയിം സെൻസ്. ഓക്കെ, ബോത്ത് ദ പാർട്ടീസ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നത് ബോത്ത് ദ പാർട്ടീസ് മസ്റ്റ് അഗ്രി. സാധാരണ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അഗ്രി ദ കോൺട്രാക്ട് in the same manner and in the same sense. Okay, so consensus ആഡിഡ് എന്താണെന്ന് ക്ലിയർ ആയോ? കോൺട്രാക്റ്റിലുള്ള രണ്ടാളുകളും ഒരേ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ പാടില്ല. എന്ത് കാര്യമാണോ അവർ കോൺട്രാക്ട് ചെയ്യുന്നത് അതിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ആ കോൺട്രാക്ടിന്റെ സബ്ജക്ട് മാറ്റർ, ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ രണ്ടുപേരും മനസ്സിലാക്കിയത് ഒരേ സെൻസിലാവണം. ഓക്കെ, അവിടെ മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. Both the parties must agree the contracts. That means agree the subject matter of the contract in the same manner and in the same sense. Then അടുത്തതാണ് free consent. Free consent, consent means assent ആണ്, സമ്മതമാണ്. രണ്ട് പാർട്ടി കോൺട്രാക്റ്റിലുള്ള രണ്ട് പാർട്ടികളുടെയും സമ്മതം ഫ്രീ ആവണം. അവരെ ആരും ഭീഷണിപ്പെടുത്താൻ പാടില്ല. Free consent and a consent is said to be free only when it is not received by ഏതൊക്കെയാണ്? കൊയേഷൻ ഉണ്ടാവാൻ പാടില്ല. കൊയേഷൻ നമ്മൾ ഭീഷണിപ്പെടുത്താൻ പാടില്ല. പിന്നെ ഫ്രോഡ് ഉണ്ടാവാൻ പാടില്ല. പിന്നെയോ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ചതി ഉണ്ടാവാൻ പാടില്ല. പിന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാല് സ്വാധീനം ചെലുത്തുക. ഒരാള് മറ്റൊരാളുടെ മേലെ ഒരു സ്വാധീനം ഉണ്ട്, ആ സ്വാധീനം ദുരുപയോഗം ചെയ്തിട്ട് ആളെ കൊണ്ട് കോൺട്രാക്ട് ചെയ്യിപ്പിക്കാം. അങ്ങനെ സമ്മതം നേടാൻ പാടില്ല. പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. മിസ്റെപ്രസെന്റേഷൻ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. പിന്നെ മിസ്റ്റേക്ക് ഉണ്ടാവാനും പാടില്ല. ഓക്കെ, അപ്പൊ ഇത്തരം രീതിയിലല്ലാതെയുള്ള സമ്മതം, ഈ 5 രീതിയിലല്ലാത്ത സമ്മതമാണ് ഫ്രീ കൺസേൺ എന്ന് പറയാം. A consent is said to be free when it is not received by coercion, fraud, undue influence, misrepresentation and mistake. Okay, ഇതിവിടെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. കൊയേഷനും ഫ്രോഡ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെന്റേഷൻ, ഈ 4 രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് വോയിഡബിൾ ആയിരിക്കും. അത് പ്രത്യേകം ഓർത്ത് നോക്കുക, ആ കോൺട്രാക്ട് വോയിഡബിൾ ആയിരിക്കും. വോയിഡബിൾ മീൻസ് അതിൽ ഒരാളുടെ ഓപ്ഷനിൽ ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം ഒരാളെ ഭീഷണിപ്പെടുത്തി കോൺട്രാക്ട് ചെയ്യിച്ചതാണ്. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ചതിച്ചതാണ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ അയാളുടെ മനസ്സറിഞ്ഞ സമ്മതമില്ല, അയാളുടെ മേലിൽ എന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരാള് അയാളെ ഇൻഫ്ലുവൻസ് ദുരുപയോഗം ചെയ്തിട്ട് കോൺട്രാക്ട് ചെയ്യിച്ചതാണ്. മിസ്റെപ്രസെന്റേഷൻ തെറ്റായ വിവരങ്ങൾ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിട്ട് കോൺട്രാക്ട് ചെയ്യിച്ചതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആരുടെ സമ്മതമാണോ ഇങ്ങനെയൊക്കെ നേടിയത് അയാൾക്ക് ആ കോൺട്രാക്ട് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയാം. എന്നാൽ മിസ്റ്റേക്ക് സംഭവിച്ചാണെങ്കിൽ, ബൈലാറ്ററൽ രണ്ടുപേർക്കും മിസ്റ്റേക്ക് സംഭവിച്ചാണെങ്കിൽ ആ കോൺട്രാക്ട് വോയിഡബിൾ അല്ല, അത് വോയിഡ് ആണ്. ഓക്കെ, അത് വോയിഡ് കോൺട്രാക്ട് ആണ്. ബാക്കിയുള്ള ഈ 4 വോയിഡബിൾ ആണ്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം മറ്റൊരാളെ എന്ത് ചെയ്തതല്ല, ഒരാളെ സമ്മതം ദുരുപയോഗം ചെയ്ത് വാങ്ങിയതല്ല. അതുകൊണ്ട് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കോൺട്രാക്ട് വോയിഡ് ആണ്. ബാക്കിയുള്ളതൊക്കെ വോയിഡബിൾ ആണ്. ഒരാളുടെ കേസിൽ അത് വോയിഡ് ആക്കി മാറ്റാം. ഇതിനടുത്താണ് കപ്പാസിറ്റി ഓഫ് പാർട്ടി. പോയിന്റ് നമ്പർ 6, കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിൽ 2 പാർട്ടീസിനും കോൺട്രാക്റ്റിംഗ് കപ്പാസിറ്റി വേണം. എന്താണ് കോൺട്രാക്റ്റിംഗ് കപ്പാസിറ്റി? കോൺട്രാക്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മേജർ ആവണം, അല്ലെ? പ്രായപൂർത്തിയാവണം. പ്രായപൂർത്തി ഉണ്ടായാൽ മാത്രം മതിയോ? പോരാ, ബുദ്ധിയും വേണം. മേജർ ആവണം. ദെൻ
പിന്നെയോ സൗണ്ട് മൈൻഡ് ആയിരിക്കണം, ബുദ്ധി ഉണ്ടാവണം, സൗണ്ട് മൈൻഡ്. പിന്നെയോ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ, നോട്ട് ഡിസ്ക്വാളിഫൈഡ്, നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. നിയമം പ്രത്യേകം വിലക്കിയ ആളാവാൻ പാടില്ല, നിയമം വിലക്കിയിട്ടുള്ള ഒരാളാവാൻ പാടില്ല. മേജർ ആവണം, സൗണ്ട് മൈൻഡ് ആവണം, അതുപോലെ തന്നെ നിയമം പ്രത്യേകം വിലക്കിയ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ചില പേഴ്സൺസ് ഉണ്ട്, അലീൻ എനിമി, അതുപോലെ തന്നെ അങ്ങനെ ഇൻസോൾവെന്റ്, അങ്ങനെ കുറെ ആളുകളെ പ്രത്യേകം നിയമം വിലക്കിയിട്ടുണ്ട്, അവരുമായിട്ട് കോൺട്രാക്ട് ചെയ്യാൻ പാടില്ല. ജയിൽ പുള്ളികൾ, പിന്നെ അതുപോലെ തന്നെ വിദേശ ശത്രുക്കൾ, ഇൻസോൾവെന്റ്, അവരുമായിട്ടൊന്നുള്ള കോൺട്രാക്ട് വാലിഡ് അല്ല, പ്രത്യേകം പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. അതുപോലെ ബുദ്ധി ഉണ്ടാവണം, പ്രായപൂർത്തിയാവണം. ഓക്കെ, ദെൻ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ആണ് അടുത്തത്. രണ്ട് പാർട്ടിയും കോൺട്രാക്ട് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി, ലീഗൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാവണം. അല്ലാതെ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലോ അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ടുള്ള സംസാരത്തിൽ വന്നു പോയ കാര്യങ്ങളോ അതൊരു കോൺട്രാക്ട് ആയിട്ട് പരിഗണിക്കില്ല. ഓക്കെ, ദർ ഷുഡ് ബി ആൻ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. അതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, നമ്മൾ ഫ്രണ്ടിന് നിങ്ങൾ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു, വീട്ടിൽ നിന്നും ഭക്ഷണം പ്രതീക്ഷ പോലുള്ള ഭക്ഷണം കിട്ടി, നമ്മൾ ഓഫർ ചെയ്ത ഭക്ഷണം കൊടുത്തില്ല എന്ന പേരിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല, കാരണം അതൊരു കോൺട്രാക്ട് ആയി പരിഗണിക്കൂല. കാരണം അവിടെ ദർ ഇസ് നോ ഇന്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്. ഓക്കെ, നമ്പർ 8, നോട്ട് ഡിക്ലെയർഡ് ടു ബി വോയിഡ്. നിയമം പ്രത്യേകം വിലക്കിയ കോൺട്രാക്റ്റുകളാവാൻ പാടില്ല. ചില കോൺട്രാക്റ്റുകൾ പ്രത്യേകം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, വോയിഡ് ആണ്. കോൺട്രാക്ട് ഓഫ് കോൺട്രാക്ടിങ് റെസ്ട്രെയിന്റ് ഓഫ് മാരേജ്, കോൺട്രാക്ടിങ് റെസ്ട്രെയിന്റ് ഓഫ് ട്രേഡ്, ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത്തരം കോൺട്രാക്റ്റുകളൊക്കെ വോയിഡ് ആണ്. അതായത് കല്യാണം മുടക്കുന്ന കോൺട്രാക്റ്റുകൾ, കച്ചവടം മുടക്കുന്ന കോൺട്രാക്റ്റുകൾ. അപ്പൊ അതേതൊക്കെയാണെന്നുള്ള പ്രത്യേകം നമുക്ക് വേറെ ചാപ്റ്റർ പഠിക്കാനുണ്ട്. അത്തരം കോൺട്രാക്റ്റുകളാവാൻ പാടില്ല. ആൻഡ് 9th one, certainty and possibility of performance. കോൺട്രാക്ട് സെർട്ടൈൻ ആയിരിക്കണം, അതുപോലെ പോസിബിളും ആയിരിക്കണം. സെർട്ടൈൻ ആൻഡ് ക്ലിയർ. Contract, the terms and conditions of the contract must be clear and certain, and it must be possible to perform. അത് പെർഫോം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കോൺട്രാക്ട് ചെയ്യുമ്പോൾ അത് രണ്ടു പേർക്കും വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാവണം. അത് ഒന്ന് വാക്കാലോ എടുത്താലോ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കണം, സെർട്ടൈൻ ആയിരിക്കണം. അത് മാത്രമല്ല, അത് പോസിബിൾ ആയിരിക്കണം, പെർഫോം ചെയ്യാൻ സാധ്യമാവുന്നതും ആയിരിക്കണം. ഇംപോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം കോൺട്രാക്ട് ആയിട്ട് പരിഗണിക്കൂല. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റൈറ്റിംഗ് ആൻഡ് രജിസ്ട്രേഷൻ. റൈറ്റിംഗ് ആൻഡ് രജിസ്ട്രേഷൻ എല്ലാ കോൺട്രാക്റ്റിനും നിർബന്ധമില്ല. റൈറ്റിംഗ് ആൻഡ് രജിസ്ട്രേഷൻ is not necessary for all contracts, but it's necessary for some specific contracts, such as partnership, sale of immobile property, etc. പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതായത് ലാൻഡ്, ബിൽഡിംഗ്, ഇതൊക്കെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വാക്കാലുണ്ടായ പോലെ എഴുത്ത് നിർബന്ധമാണ്, അത് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അപ്പൊ ചില കോൺട്രാക്റ്റുകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്, എന്നാൽ എല്ലാ കോൺട്രാക്റ്റുകൾക്കും നിർബന്ധമില്ല. അപ്പൊ ഇത്രയാണ് കോൺട്രാക്റ്റിന്റെ എസെൻഷ്യൽ എലമെന്റ്സ്. ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾക്ക് പഠിക്കാനുള്ള മറ്റു കോൺട്രാക്റ്റുകൾക്കൊക്കെ, എല്ലാ കോൺട്രാക്റ്റുകൾക്കും റിക്വയർഡ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഇതിനടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ്. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ അതില്? നിങ്ങൾക്ക് ഓഡിബിൾ അല്ലേ, കേൾക്കുന്നില്ലേ? നിങ്ങളുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഒന്നും? ഓക്കെ, അടുത്തത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്. പലപ്പോഴും എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്. അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിൽ നിന്ന് ഓരോ ഐറ്റം എടുത്ത് ചോദിക്കാറുണ്ട്. ഡിഫൈൻ വാലിഡ് കോൺട്രാക്ട്, ഡിഫൈൻ വോയിഡബിൾ കോൺട്രാക്ട്, ഡിഫൈൻ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്സ്, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്റ്റുകൾ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ദ വാലിഡിറ്റി ഓർ എൻഫോഴ്സിബിലിറ്റി. അതിന്റെ വാലിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ, വാലിഡിറ്റിയെ നമ്മൾ മറ്റൊരു പേരാണ് എൻഫോഴ്സിബിലിറ്റി. അതിന്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റിനെ നമുക്ക് വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ എഗ്രിമെന്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്ട്സ്. ഓക്കെ, വോയിഡ് എഗ്രിമെന്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്ട്, ഇങ്ങനെ തരംതിരിക്കാം.
ഓക്കെ, പിന്നെയുണ്ട് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റും ഇല്ലീഗൽ. ഇങ്ങനെ നമുക്ക് 6ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെ നോക്കിയാൽ, ഒന്ന് വാലിഡ് ആണ്. വാലിഡ് എന്ന് പറഞ്ഞാൽ അതിൽ എനിക്ക് ഡൗട്ട് ഒന്നുമില്ല, എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമം അംഗീകരിക്കുന്ന കോൺട്രാക്ടിന്റെ എല്ലാ എസെൻഷ്യൽ എലമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന അഗ്രിമെന്റ് ആണ് വാലിഡ് കോൺട്രാക്ട്. എക്സാമ്പിൾസ് എന്നൊക്കെ എഴുതാം അല്ലെ. എക്സാമ്പിൾസ്, A agreed to sell his car to B for ₹5 lakh. A തന്റെ കാർ ബിക്ക് 5 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ അഗ്രി ചെയ്തു. ഓക്കെ, എയുടെ ഓഫർ ബി ആക്സെപ്റ്റ് ചെയ്തു. അവിടെ കൺസിഡറേഷൻ ഉണ്ട്, രണ്ട് പാർട്ടീസിന്റെ ഓഫർ ഉണ്ട്, അക്സെപ്റ്റൻസ് ഉണ്ട്, എല്ലാ കണ്ടീഷൻസും ഒക്കെ പാലിക്കുന്നുണ്ട്. സോ അത് വാലിഡ് കോൺട്രാക്ട് ആണ്. അപ്പൊ എന്താണ് അടുത്ത കോൺട്രാക്ട്? വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞ എന്താ? വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ, എ വോയിഡ് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് which was valid when entered into but it is subsequently become void due to impossibility of performance. വോയിഡ് കോൺട്രാക്ട് നമുക്ക് രണ്ട് തരമുണ്ട്, വോയിഡ് എബ് ഇനിഷ്യോ ഉണ്ട്, വോയിഡ് ഉണ്ട്. വോയിഡ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ വാലിഡ് ആണ്, പക്ഷെ പിന്നീട് അത് വോയിഡ് ആവുന്നു, അതാണ് വോയിഡ്. വോയിഡ് എബ് ഇനിഷ്യോ എന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ വോയിഡ് ആണ്. ഒന്നുകൂടെ പറയാം, വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അത് നിലവിൽ അത് വാലിഡ് ആയിരുന്നു, പക്ഷെ അത് പിന്നീട് വോയിഡായി മാറുന്നു. എന്ത് കാരണം കൊണ്ടാണ്? പല കാരണങ്ങളെ കൊണ്ടാവാം. ഒന്നുകിൽ ഇമ്പോസിബിൾ ആയി മാറി, അതിന്റെ പെർഫോമൻസ് ഇമ്പോസിബിൾ ആയിട്ട് മാറുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ, അതിന്റെ നിയമത്തിൽ മാറ്റം വരിക, അല്ലെങ്കിൽ അസറ്റ് ഡിസ്ട്രോയ് ആയിട്ട് പോവാം. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ആ കോൺട്രാക്ട് പിന്നെ പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നതാണ് വോയിഡ് കോൺട്രാക്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എ കോൺട്രാക്ട് ബിറ്റ്വീൻ സിറ്റിസൺ ഓഫ് പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായി, പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വാർ ഉണ്ടാവുകയാണ്. അങ്ങനെ വരുന്ന കേസിൽ പിന്നെ ഒരു ഇന്ത്യക്കാരനോ ഒരു പാകിസ്ഥാൻകാരനായിട്ടുള്ള കോൺട്രാക്ട് വാലിഡ് അല്ല ഇന്ത്യയിൽ. ഓക്കെ, അപ്പൊ ആ കോൺട്രാക്ട് വോയിഡ് ആയി. ദാറ്റ് ഈസ് വോയിഡ് കോൺട്രാക്ട്. എന്നാൽ വോയിഡ് എബിനിഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? വോയിഡ് എബിനിഷ്യോ തന്നെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയാം. അതിന്റെ എഗ്രിമെന്റ് തന്നെ വോയിഡ് ആണ്. ഓക്കെ, കാരണം അതിന്റെ തുടക്കം മുതൽ അത് വോയിഡ് ആണ്. അതാണ് അടുത്തത്, സി വോയിഡ് എഗ്രിമെന്റ്. ഓൾ എഗ്രിമെന്റ് which is not enforceable at law is said to be void. It does not make any legal rights and obligations. It is null and void ab initio. Agreement തന്നെ അത് void ആണ്. ഫോർ എക്സാമ്പിൾ, void agreement എക്സാമ്പിൾ ആണ് ഒരു മൈനറുമായിട്ടുള്ള എഗ്രിമെന്റ്. എഗ്രിമെന്റ് വിത്ത് എ മൈനർ, പ്രായപൂർത്തിയാവാത്ത ഒരാളുമായിട്ടുള്ള എഗ്രിമെന്റ്, അത് void ആണ്. അത് തുടക്കം മുതലേ void ആണ്. ഓക്കെ, അതിനൊരു വാലിഡിറ്റിയും ഇല്ല. ഓക്കെ, ഇതിനടുത്തതാണ് വോയിഡബിൾ കോൺട്രാക്ട്സ്. വോയിഡബിൾ കോൺട്രാക്ട് സാധാരണ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയി ചോദിക്കാറുള്ളതാണ്. എന്താണ് വോയിഡബിൾ കോൺട്രാക്ട്സ്? നമ്മൾ നേരത്തെ പറഞ്ഞു വോയിഡബിൾ കോൺട്രാക്ടിന് എക്സാമ്പിൾസ് അല്ലെ, കോയേഷൻ, ഫ്രോഡ് ആൻഡ് ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെന്റേഷൻ. ഇത് 4 വോയിഡബിൾ കോൺട്രാക്ടിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് വോയിഡബിൾ കോൺട്രാക്ട്? an agreement, ആ റെഡ് ലെറ്ററിൽ എന്ന് വായിച്ചു നോക്കിയേ. an agreement which is enforceable by law at the option of one or more of the parties thereon, but not at the option of the other or others, is voidable agreement. Voidable contracts. എന്താ പറഞ്ഞത്? ഒരാളുടെ ഓപ്ഷനിൽ അത് വാലിഡ് ആണ്, മറ്റൊരാളുടെ ഓപ്ഷനിൽ അത് ക്യാൻസൽ ചെയ്യും, അത് വോയിഡ് ആവും. ഇറ്റ് ഈസ് വോയിഡബിൾ ആണ് മറ്റൊരാളുടെ ഓപ്ഷനിൽ. ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ, അത് വാലിഡ് ആണ് ഒരാളുടെ ഓപ്ഷനിൽ, അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ ഓഫ് ദ പാർട്ടീസ്. ഒന്നോ അതിൽ കൂടുതൽ ആളുകളുടെ ഓപ്ഷനിൽ അത് വാലിഡ് ആണ്, ബട്ട് നോട്ട് അറ്റ് ദ ഓപ്ഷൻ ഓഫ് അതർ. മറ്റൊരാളുടെ ഓപ്ഷനിൽ അത് വാലിഡ് അല്ല. ഇറ്റ് ഈസ് വോയിഡബിൾ. എക്സാമ്പിൾ ആണ്, ഒരാളുടെ സമ്മതം, കോൺട്രാക്ട് ചെയ്യാനുള്ള സമ്മതം അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യിച്ചതാണ്. അപ്പൊ ഭീഷണിപ്പെടുത്തി സൈൻ ചെയ്തതായതുകൊണ്ട് അയാൾക്ക് പിന്നീട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം. അയാൾ ലീഗലി മൂവ് ചെയ്യാണ്, അയാൾ കേസ് കൊടുക്കുകയാണ് അയാൾക്കെതിരെ. തന്നെ ഭീഷണിപ്പെടുത്തിയാണ് കോൺട്രാക്ട് സൈൻ ചെയ്തത്. അതുകൊണ്ട് ആ കോൺട്രാക്ടിന്റെ പെർഫോമൻസ് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്ട് എന്തായി? വോയിഡായി. അത് ചെയ്യേണ്ട ആവശ്യമില്ല, അയാൾ പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് പറഞ്ഞത്, ഒരാളുടെ ഓപ്ഷനിൽ അത് വോയിഡബിൾ ആണ്. എന്നാൽ അയാൾക്ക് വേണമെങ്കിൽ മിണ്ടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് വാലിഡ് ആണ്. അയാൾ പ്രതികരിച്ചിട്ടൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്ട് വാലിഡ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള കോൺട്രാക്ടിനാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയാം. ക്ലിയർ അല്ലേ?
അതിൽ ഓർത്ത് വെക്കേണ്ടത് ഈ കൊയേഷൻ, ഫ്രോഡ്, അണ്ടി ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെന്റേഷൻ, ഇത് 4 വോയിഡബിൾ കോൺട്രാക്റ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, എഗ്രിമെന്റ് വിച്ച് ദ കൺസേൺഡ് is obtained through coercion, fraud, undue influence and misrepresentation are voidable contracts. ഇനി അടുത്ത ടൈപ്പ് ആണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്സ്. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താ? അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതിന് കോൺട്രാക്ടിന്റെ എല്ലാ എസെൻഷ്യൽ എലമെന്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും അത് കോടതിയിൽ പോവില്ല. കോടതിയിൽ അതിന് വാലിഡിറ്റി കിട്ടൂല. ഇറ്റ് ഈസ് അൺഎൻഫോഴ്സിബിൾ ബിക്കോസ് ഓഫ് സം ടെക്നിക്കൽ ഡിഫക്ട്സ്. അതിൽ ആ റെഡ് ആയിട്ട് കൊടുത്ത ടെക്നിക്കൽ ഡിഫക്ട്സ് എന്നുള്ളത് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ അത് വരണം. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് ചോദിക്കുമ്പോൾ അതിൽ വായിച്ചു നോക്കുമ്പോൾ ടെക്നിക്കൽ ഡിഫക്ട്സ് എവിടെയെങ്കിലും കണ്ടാൽ തന്നെ അത് വാല്യൂ ചെയ്യുമ്പോൾ മാർക്ക് ഇട്ട് പോകും. ടെക്നിക്കൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം? അത് ആബ്സെൻസ് ഓഫ് റൈറ്റിംഗ്, വാണ്ട് ഓഫ് റിക്വിസിറ്റ് സ്റ്റാമ്പ്, എക്സ്പയറി ഓഫ് ടൈം, അങ്ങനെ ടെക്നിക്കലായ ചില കാര്യങ്ങളാണ്. സ്റ്റാമ്പ് പതിക്കേണ്ടത് സ്റ്റാമ്പ് പതിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഫില്ല് ചെയ്യാനുള്ളത് അല്ലെ പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ടൈം എക്സ്പയർഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാരണം കൊണ്ട് അത് കോടതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് വാലിഡിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറയാം. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഇല്ലീഗൽ കോൺട്രാക്ട്. ഇല്ലീഗൽ എന്ന് പറയുമ്പോൾ അതിന്റെ വാക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇല്ലീഗൽ, അൺലോഫുൾ ആണ്, നിയമവിരുദ്ധമായിട്ടുള്ള കോൺട്രാക്ട് ആണ്. ആ കോൺട്രാക്ട് ഇന്ത്യൻ പീനൽ കോഡിൽ തെറ്റായ കാര്യം ചെയ്യാനുള്ളതാണ്. ഇന്ത്യൻ പീനൽ കോഡിൽ വിലക്കിയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്ന കോൺട്രാക്റ്റുകളാണ് ഇല്ലീഗൽ കോൺട്രാക്ട്. ദ അഗ്രിമെന്റ് വിച്ച് ഈസ് ഇല്ലീഗൽ ഓർ ഇമ്മോറൽ ഓർ ഒപ്പോസ് ടു ദ പബ്ലിക് പോളിസി ഈസ് കോൾഡ് ഇല്ലീഗൽ കോൺട്രാക്ട്. അത് ഒന്നുകിൽ നിയമവിരുദ്ധമാവാം. ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിൽ തെറ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇമ്മോറൽ ആണ്, ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ്, അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്കെതിരാണ്. അത്തരം കോൺട്രാക്റ്റുകളെയാണ് ഇല്ലീഗൽ കോൺട്രാക്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ 6 തരം കോൺട്രാക്റ്റുകൾ വാലിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. ഏതൊക്കെയാണത്? വാലിഡ്, വോയിഡ്, വോയിഡ് എഗ്രിമെന്റ്, വോയിഡബിൾ കോൺട്രാക്ട്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് ആൻഡ് ഇല്ലീഗൽ കോൺട്രാക്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാലിഡ് കോൺട്രാക്ട് എന്താണെന്ന് ചോദിക്കാറുണ്ട്. വാലിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് എൻഫോഴ്സിബിൾ ബൈ ലോ, എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. അത് എഴുതുമ്പോൾ അതിനെ കോൺട്രാക്ടിന്റെ എല്ലാ എസെൻഷ്യൽ എലമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്താലാണ് വാലിഡ് ആവുന്നത്. വോയിഡ് എന്ന് പറഞ്ഞാൽ അത് തുടക്കത്തിൽ വാലിഡ് ആണ്, പക്ഷെ പിന്നീട് ചില ഇമ്പോസിബിലിറ്റി വന്നു. ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് കൊണ്ട് കോൺട്രാക്ട് വോയിഡ് ആയി മാറുകയാണ്. അതിനാണ് വോയിഡ് കോൺട്രാക്ട് എന്ന് പറയാം. പിന്നീട് നമ്മൾ പറയുന്നത് വോയിഡ് എഗ്രിമെന്റ് ആണ്. വോയിഡ് എഗ്രിമെന്റിനെ വോയിഡ് എബിനിഷോ എന്ന് പറയും. തുടക്കം മുതലേ വോയിഡ് ആണ്. ഓക്കെ, എക്സാമ്പിൾ ആണ് അഗ്രിമെന്റ് വിത്ത് മൈനർ. പിന്നെ പറഞ്ഞത് വോയിഡബിൾ കോൺട്രാക്ട് ആണ്. അതിന് എക്സാമ്പിൾ പറഞ്ഞു കൊയേഷൻ, ഫ്രോഡ്, അണ്ടർ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെന്റേഷൻ. ഒരാളുടെ ഓപ്ഷനിൽ അത് വോയിഡ് ആക്കാം. അത്തരം കോൺട്രാക്റ്റിനെയാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയാം. പിന്നെ പറഞ്ഞത് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്സ്. അൺഎൻഫോഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഡിഫക്റ്റ് കൊണ്ട് കോൺട്രാക്ട് വോയിഡ് ആവുന്നതാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. പിന്നെ ഉള്ളത് ഇല്ലീഗൽ ആണ്, നിയമവിരുദ്ധമായിട്ടുള്ള കോൺട്രാക്റ്റുകളാണ്. ഇനി അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ്. പെർഫോമൻസിന്റെ ബേസിൽ നമുക്ക് കോൺട്രാക്റ്റിനെ എക്സിക്യൂട്ടഡ്, എക്സിക്യൂട്ടറി, യൂണിലാറ്ററൽ, ബൈലാറ്ററൽ എന്നിങ്ങനെ 4 ആയിട്ട് തരത്തിരിക്കാം. ഓക്കെ, അതിലൊന്ന് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. എക്സിക്യൂട്ടഡ്, അത് വാക്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ, എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ കോൺട്രാക്ട് ആണ്. അതിന്റെ പെർഫോമൻസ് കംപ്ലീറ്റഡ് ആണ്. അതിനെയാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ പെർഫോമൻസിന്റെ ബേസിലാണ് നമ്മൾ ഈ കോൺട്രാക്റ്റിനെ തരംതിരിക്കുന്നത്. അതിന്റെ പെർഫോമൻസ് കംപ്ലീറ്റ് ആണെങ്കിൽ അതിനെന്താ വിളിക്കാം? എക്സിക്യൂട്ടഡ്. അപ്പൊ 2 പാർട്ടിയും അവരുടെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്തു. കോൺട്രാക്ട് ആകുമ്പോൾ 2 ആളുകൾക്കും ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. അത് പെർഫോം ചെയ്ത് കഴിഞ്ഞ കോൺട്രാക്റ്റിനെയാണ് എക്സിക്യൂട്ടഡ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ നമുക്ക് പറയാം. കോൺട്രാക്ട് A agreed to sell his car to B for ₹5 lakh. B paid the amount and took the possession of car. 2 പേരും അവരുടെ ഡ്യൂട്ടീസ് നിർവഹിച്ചു. 5 ലക്ഷം രൂപയ്ക്ക് കാർ വിൽക്കുകയാണ് എ ബിക്ക്. കാർ കൊടുത്തു, ക്യാഷ് വാങ്ങി, കോൺട്രാക്ട് പെർഫോം ചെയ്തു. ഇറ്റ് ഈസ് ആൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. എന്നാൽ എക്സിക്യൂട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിക്യൂട്ടറി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പെർഫോം ചെയ്തിട്ടില്ല. ഓക്കെ, ഇൻ ദിസ് കോൺട്രാക്ട് സംതിങ് റിമെയിൻസ് ടു ബി എക്സിക്യൂട്ടഡ് ബൈ ബോത്ത് ദ പാർട്ടീസ്. 2 ആളും ചില കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതിനെയാണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് പറയാം. എക്സാമ്പിൾ അഗ്രിമെന്റ് ടു സെൽ. അഗ്രിമെന്റ് ടു സെൽ ഒക്കെ ഒരു എക്സിക്യൂട്ടറി കോൺട്രാക്ട് ആണ്.
അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച വിൽക്കാം എന്ന് അഗ്രിമെന്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു കോൺട്രാക്ട് അവിടെ ആയിട്ടുണ്ട്, പക്ഷെ ആ കോൺട്രാക്ട് എക്സിക്യൂട്ടഡ് അല്ല. ആ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യണം. അത് ഭാവിയിലാണ് അത് പെർഫോം ചെയ്യുക. സോ പെർഫോമൻസ് ഭാവിയിൽ നടക്കുന്നതാണ് എക്സിക്യൂട്ടറി, പെർഫോമൻസ് നടന്നു കഴിഞ്ഞതാണ് എക്സിക്യൂട്ടഡ്. ദെൻ ഇനി അതേ ബേസിൽ തന്നെ ഈ പെർഫോമൻസ് ഒരാൾ പെർഫോം ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതിന് യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയും. പെർഫോമൻസ് രണ്ടുപേരും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതിനെ ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയും. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വൺ സൈഡഡ് കോൺട്രാക്ട് ഇൻ വിച്ച് വൺ ഒബ്ലിഗേഷൻ ഈസ് പെർഫോംഡ് അറ്റ് ദ ടൈം when the contract is made and only one obligation remains to be performed. കോൺട്രാക്ട് ഉണ്ടാവുന്ന സമയത്ത് ഒരാൾ അയാളുടെ ഒബ്ലിഗേഷൻ നിർവഹിച്ചിട്ടുണ്ട്, മറ്റൊരാൾ നിർവഹിച്ചിട്ടില്ല. അപ്പൊ ഒരാളുടേത് remains to be performed ആണ്, പെർഫോം ചെയ്യാൻ വേണ്ടി ബാക്കിയുണ്ട് ഒരാളുടെ ഒബ്ലിഗേഷൻ. അത്തരം കോൺട്രാക്റ്റിനാണ് യൂണിലാറ്ററൽ എന്ന് പറയാം. അതിനൊരു എക്സാമ്പിൾ പറയുന്നത്, നിങ്ങളിപ്പോൾ എയർപോർട്ടിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ, യാത്ര കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് ആര് വരും? പോർട്ടർമാർ വരും. അങ്ങനെ അവർ പോർട്ടർമാർ ലഗേജ് എടുത്ത് നിങ്ങളുടെ വണ്ടിയിലേക്ക് വെക്കുകയാണ്. അങ്ങനെ വെക്കുമ്പോൾ അവിടെ ഒരു കോൺട്രാക്ട്, ഒരു ഇംപ്ലോയിഡ് കോൺട്രാക്ട് ആണെങ്കിൽ ഒരു കോൺട്രാക്ട് അവിടെ ഫോം ചെയ്തു അല്ലേ? അത് ഇംപ്ലോയിഡ് കോൺട്രാക്ട് ആണ്, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല അവര് എടുത്തത്, നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ എടുത്തു. അപ്പൊ നിങ്ങളത് മൗനം സമ്മതമായിട്ട് നിങ്ങൾ നൽകുകയും ചെയ്തു. അങ്ങനെ നിങ്ങൾ അവരുടെ ഒരു ബെനിഫിറ്റ് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഇംപ്ലോയിഡ് കോൺട്രാക്ട് ഉണ്ടാവുന്നുണ്ട്. ആ കോൺട്രാക്ട് ഉണ്ടാവുന്ന സമയത്ത് പോർട്ടർ അയാളുടെ ഡ്യൂട്ടി നിർവഹിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഡ്യൂട്ടി അതിനുള്ള പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അത് നിർവഹിക്കാൻ ബാക്കിയില്ല. അത്തരം കോൺട്രാക്റ്റിനെയാണ് യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയാം. അടുത്തതാണ് ബൈലാറ്ററൽ കോൺട്രാക്ട്. ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും അവരുടെ ഒബ്ലിഗേഷൻസ് നിർവഹിച്ചിട്ടില്ല, രണ്ടും റിമൈനിങ് ആണ്. അതാണ് ബൈലാറ്ററൽ കോൺട്രാക്ട്. It is two-sided contracts with the obligation on the part of both the parties are outstanding at the time of the formation of the contract. Contract form ചെയ്യുന്ന സമയത്ത് രണ്ടാളുകളുടെയും റെസ്പോൺസിബിലിറ്റി ഔട്ട്സ്റ്റാൻഡിങ് ആണ്, റിമൈനിങ് ആണ്, ബാക്കിയുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, ഇപ്പൊ രണ്ടുപേരും അവർ പെർഫോം ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ബൈലാറ്ററൽ കോൺട്രാക്ട് ആണ്. ഒരാൾ മാത്രം പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ യൂണിലാറ്ററൽ ആണ്. ക്ലിയർ ആണോ? ഇനി കോൺട്രാക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് മോഡ് ഓഫ് ഓക്കെ, ഓൺ ദ ബേസ് ഓഫ് മോഡ് ഓഫ് ഫോർമേഷൻ. ഫോർമേഷന്റെ ബേസിൽ കോൺട്രാക്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നതിന്റെ ബേസിൽ കോൺട്രാക്റ്റിനെ നമുക്ക് എക്സ്പ്രസ് കോൺട്രാക്ട്, ഇംപ്ലോയിഡ് കോൺട്രാക്ട്, കോസി കോൺട്രാക്ട്, ഇങ്ങനെ മൂന്നായി തിരിക്കാം. എക്സ്പ്രസ് കോൺട്രാക്ട് എന്നാൽ രണ്ട് പാർട്ടീസും പരസ്പരം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, കോൺട്രാക്റ്റിന്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് കോൺട്രാക്ട് ആണ്. എക്സ്പ്രസ് കോൺട്രാക്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എക്സ്പ്രസ്ഡ് ഇൻ വേർഡ്സ്, ഓക്കെ, അല്ലെങ്കിൽ വേർഡ്സ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ റൈറ്റിംഗ്, ഇങ്ങനെ വരണം. ഒന്നുകിൽ റിട്ടൺ ആവണം അല്ലെങ്കിൽ വാക്കാലാവണം. അങ്ങനെയല്ല എക്സ്പ്രസ് ചെയ്യാവുന്നത്. നമ്മൾ ഒന്നുകിൽ എഴുതിയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ട് രീതിയിൽ, രണ്ടിലേതെങ്കിലും ഒരു രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയും. എന്നാൽ ഈ രണ്ട് രീതിയിലും എക്സ്പ്രസ് ചെയ്തിട്ടില്ല, നമ്മുടെ ചില പ്രവർത്തനങ്ങൾ, നമ്മുടെ ചില ചെയ്തികളിൽ നിന്ന് നമ്മൾ ഗ്രഹിച്ചെടുക്കേണ്ട തരം കോൺട്രാക്ട് ആണെങ്കിൽ അതിനാണ് ഇംപ്ലോയിഡ് കോൺട്രാക്ട് എന്ന് പറയാം. ഇപ്പൊ എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതിൽ ബൈ വേർഡ്സ് റിട്ടൺ ഓർ ബൈ വേർഡ്സ് ഓഫ് മൗത്ത്, അല്ലേ, എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ writing or by words of mouth is known as express contract, and not expressed in writing or by words of mouth is known as implied contract. Okay, example നമുക്ക് പറയാം. express contract ന് A writes B that he is ready to sell his car to B. A ഒരു കത്ത് അയക്കാണ് ബിക്ക് തന്റെ കാർ വിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ബി അത് അക്സെപ്റ്റ് ചെയ്ത് മറുപടി അയക്കാണ്. അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, അത് ബൈ റൈറ്റിംഗ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞാലും മതി, എ ടോൾഡ് ബി ടു സെൽ ഹിസ് കാർ ടു ബി, അങ്ങനെ പറഞ്ഞാലും മതി. എന്നാൽ ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാലോ അവിടെ വാക്കാലോ എഴുത്താലോ എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇംപ്ലൈഡ് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവാം? വാക്കാലോ എഴുത്താലോ എക്സ്പ്രസ് ചെയ്തിട്ടില്ല, പക്ഷെ ചില പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കണം അങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ ബൈ ദ കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ് ആണ്. ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ബൈ ദ കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ്.
ഇംപ്ലൈഡ് ബൈ ദ കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ് ആണ് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ട്, അത് ഈ ഒരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ്. നിങ്ങൾ ബസ്സിൽ കയറുമ്പോൾ അവിടെ നിങ്ങൾ ഒരു അഗ്രിമെന്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷെ അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടാവുന്നുണ്ട്, അത് ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ്. ഓക്കെ, നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഒരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ഉണ്ട്. അടുത്തതാണ് കോസി കോൺട്രാക്ട്സ്. കോസി കോൺട്രാക്ട് നമ്മൾ അർദ്ധ കരാറുകൾ എന്ന് പറയാം. അത് നിയമം ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്ട് ആണ് കോസി കോൺട്രാക്ട്സ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നിയമം ചില വ്യക്തികൾക്കിടയിൽ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യും. അത്തരം കോൺട്രാക്റ്റിനെയാണ് കോസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ രണ്ടുപേർക്കും ചില റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, ചില റൈറ്റ്സ് ഉണ്ടാവും. എക്സാമ്പിൾ ആണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. നിങ്ങൾക്ക് വഴിയിൽ നിന്നൊരു ഗുഡ്സ് വീണ് കിട്ടി, വഴിയിൽ നിന്ന് എന്തെങ്കിലും ഒരു വാല്യുബിൾ ആയിട്ടുള്ള സാധനം വീണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിന്റെ ഓണറും തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ട്, ഒരു കോൺട്രാക്ട്, ഒരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തു. ആ കോൺട്രാക്ടിനെ കോസി കോൺട്രാക്ട് എന്ന് പറയും. അത് നിയമമാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിയമം ക്രിയേറ്റ് ചെയ്തതാണ്. അവിടെ നിങ്ങൾക്ക് ചില റെസ്പോൺസിബിലിറ്റി വരികയാണ്, കാരണം നിങ്ങൾ ആ ഗുഡ്സ് ഇനി അവിടെ ഇടാൻ പാടില്ല, അതിന്റെ ഓണറെ കണ്ടെത്താനുള്ള ശ്രമം നടത്തണം, അത് കണ്ടെത്തിയ ആളെ ഏൽപ്പിക്കണം. അതുപോലെ തന്നെ ചില റൈറ്റ്സ് നിങ്ങൾക്ക് ഉണ്ട്, അത് നിങ്ങൾ സൂക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് വരുന്ന ചെലവുകളൊക്കെ അയാളിൽ നിന്ന് ഈടാക്കാം. അങ്ങനെ ചില റൈറ്റ്സും ഒബ്ലിഗേഷൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അത്തരം കോൺട്രാക്ടുകളാണ് കോസി കോൺട്രാക്ട്സ്. കോസി കോൺട്രാക്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് വരുന്നത്. ഇതിലെന്ത് ഡൗട്ട് ഉണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഇനി അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഓഫറും അക്സെപ്റ്റൻസും. ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ മറ്റൊരാൾക്ക് സൂചന നൽകുകയാണ്. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം മറ്റൊരാൾക്ക് ഒരു സൂചന നൽകുകയാണ്. എന്തിനു വേണ്ടിയാ സൂചന നൽകുന്നത്? അതിനുള്ള സമ്മതം അവനിൽ നിന്ന് കിട്ടാൻ വേണ്ടി, അവന്റെ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ അവനൊരു സൂചന നൽകുന്നു. ആ സൂചന, അതിനെയാണ് ഓഫർ എന്ന് പറയുന്നത്. When one person signifies to another. ഓഫറിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. ഡിഫൈൻ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫറിന്റെ ഡെഫിനിഷൻ എഴുതണം. When one person signifies to another his willingness to do or abstain from doing anything with a view to obtain the assent of that other to such act or abstinence is called offer or proposal. ഓഫർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് പ്രൊപ്പോസൽ. ഓക്കെ, അപ്പൊ ചുരുക്കി മനസ്സിലാക്കി വെക്കുക, നമ്മളൊരു ആളുമായിട്ടൊരു കോൺടാക്ട് ചെയ്യാൻ പോകുമ്പോൾ അയാളുടെ സമ്മതം കിട്ടാൻ വേണ്ടി അയാളോട് നമ്മൾ എന്താണോ സൂചിപ്പിക്കുന്നത് അതാണ് ഓഫർ എന്ന് പറയുന്നത്. അതിനോടുള്ള അയാളുടെ സമ്മതമാണ് അക്സെപ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കാറ് നിങ്ങളുടെ സുഹൃത്തിന് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് സൂചിപ്പിക്കും, എന്ത്, ഞാൻ എന്റെ കാറ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എത്ര രൂപയ്ക്ക്. അത് ഓഫറാണ്. അപ്പൊ അതിനോടുള്ള അവന്റെ സമ്മതം, അതൊക്കെ അത് വാങ്ങാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റൻസ് ആണ്. ഓഫറിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രൊപ്പോസൽ. ഓഫർ നൽകുന്ന ആൾ ഓഫറർ അല്ലെങ്കിൽ പ്രൊപ്പോസർ എന്ന് പറയും. ഓക്കെ, ഓഫർ നൽകുന്ന ആളെ പ്രൊപ്പോസർ എന്നോ അല്ലെങ്കിൽ ഓഫറർ എന്നോ വിളിക്കും. ഓഫർ ലഭിക്കുന്ന ആള് എന്താണ്? ഓഫർ ലഭിക്കുന്ന ആള് പ്രപ്പോസി അല്ലെങ്കിൽ ഓഫറി എന്ന് പറയും, അല്ലെങ്കിൽ ആക്സെപ്റ്റർ ആണ്. ഓഫർ നൽകുന്ന ആള് ഓഫറർ ആണ്, അല്ലെങ്കിൽ പ്രൊപ്പോസർ ആണ്, അല്ലെങ്കിൽ പ്രോമിസർ ആണ്. പ്രോമിസ് നൽകുന്ന ആൾ തന്നെയാണ് ഓഫർ നൽകുന്നത്. ഓക്കെ, ഇനി ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഓഫറിന്റെ എസെൻഷ്യൽ എലിമെന്റ്സ് എന്തൊക്കെയാണ്? ഓഫർ വാലിഡ് ആവണമെങ്കിലുള്ള കണ്ടീഷൻസ്. കണ്ടീഷൻസ് ഒന്നിതാണ്, ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ആർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഓഫറിക്ക്. വെറുതെ ഓഫർ നമ്മൾ മനസ്സ് പറഞ്ഞാൽ പോരാ, ഓഫറിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. An offer must be made with a view to obtain the consent of the offering or the assent of the offering. ഓഫറിയുടെ സമ്മതം കിട്ടാൻ വേണ്ടിയായിരിക്കണം. To obtain the consent of the offering. Okay, നമ്മൾ ആ ഓഫർ നൽകുന്നത് അയാളുടെ സമ്മതം കിട്ടാൻ വേണ്ടിയായിരിക്കണം. And it must be clear and certain. Offer must be clear and certain. Clear ആയിരിക്കണം, certain ആയിരിക്കണം. The offer must be capable of creating a legal relationship. ഓക്കെ, ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിയിൽ ഓഫർ ആവാം. അല്ലാതെ വെറുതെ എന്തെങ്കിലും തമാശക്ക് പറയുന്ന കാര്യമാവാൻ പാടില്ല. ലീഗൽ ഇന്റൻഷൻ ഉണ്ടാക്കാം. Then offer may be general or specific.
ഓഫർ ജനറൽ ആണോ സ്പെസിഫിക് ആണോ? ജനറൽ ഓഫർ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളോടുള്ള ഓഫറാണ് ജനറൽ ഓഫർ. അത് ആർക്ക് വേണമെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാം. സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് പേഴ്സണോടോ സ്പെസിഫിക് ഗ്രൂപ്പിനോടോ മാത്രമുള്ള ഓഫറാണ് സ്പെസിഫിക് ഓഫർ. ഓക്കെ, അതായത് അവർക്ക് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓഫർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. ഓഫർ എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം. എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ആ ഓഫർ നമ്മൾ വാക്കാലോ എഴുത്താലോ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ദ ഓഫർ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ബൈ written or by spoken words. Okay, it is known as expressed offer. Implied എന്ന് പറഞ്ഞാൽ not expressed by words, written or spoken. അതിനാണ് implied എന്ന് പറയാം. But which is implied by the conduct of the parties. അതാണ് implied offer. അതിന് എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ ബസ്സിൽ കയറുമ്പോൾ നമ്മളൊരു കാര്യം ഓഫർ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളെ കൊടുക്കണം. അപ്പൊ കോഴിക്കോടുള്ള ബസ്സിൽ കയറണമെങ്കിൽ നമ്മൾ കോഴിക്കോട് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോടേക്ക് ഇറക്കി തന്നാൽ അതിനുള്ള പേയ്മെന്റ് തിരുവനന്തപുരം ബസ് ഫെയർ അത് കൊടുക്കാം എന്ന ഓഫർ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോ ബസ് ഫെയർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. സോ അതൊരു ഇംപ്ലൈഡ് ഓഫറാണ്. ഓഫർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓഫർ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ആവാം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനുള്ളതാവാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കാനുള്ളതാവാം. പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓഫർ മേ ബി കണ്ടീഷണൽ. ഓഫർ കണ്ടീഷനോട് കൂടിയാവാം. ഓക്കെ, ഓഫർ മേ ബി കണ്ടീഷണൽ. എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഓഫർ ചെയ്യാം. ഇന്ന കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഞാനത് തരാം, അങ്ങനെ ഓഫർ ചെയ്യാം. ഓക്കെ, ഫാദർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എനിക്ക് മൊബൈൽ കൊണ്ടുവരാണെങ്കിൽ ഞാൻ നിനക്ക് ഈ മൊബൈൽ തരാം, അങ്ങനെ കണ്ടീഷൻ വന്നു. ഓഫർ മേ ബി കണ്ടീഷണൽ. പക്ഷെ ആക്സെപ്റ്റൻസ് കണ്ടീഷണൽ ആവാൻ പാടില്ല. അത് ആക്സെപ്റ്റൻസിന്റെ ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് നോട്ട് എനഫ്. ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് നോട്ട് എനഫ്. ഇൻവിറ്റേഷൻ ടു ഓഫർ ഓഫർ അല്ല. എന്താണ് ഇൻവിറ്റേഷൻ ടു ഓഫർ? ഫോർ എക്സാമ്പിൾ, നമ്മൾ കടയിലൊക്കെ ഡിസ്പ്ലേ ഓഫ് ഗുഡ്സ് ഉണ്ടാവും അല്ലേ? ഡിസ്പ്ലേ ഓഫ് ഗുഡ്സ് ഓഫർ അല്ല. കടകളിലെ മുന്നിലേക്ക് ഗുഡ്സ് ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. അത് ഓഫർ അല്ല, അത് ഓഫറിലേക്കുള്ള ക്ഷണം മാത്രമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ, ഇറ്റ് ഈസ് നോട്ട് എൻ ഓഫർ. അപ്പൊ ഇത്രയാണ് ഓഫറിന്റെ എസെൻഷ്യൽ എലമെന്റ്സ്. ഇത് ക്ലിയർ ആണോ? ഈ പോയിന്റ്സുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓഫറിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് ഒക്കെ. ഇനി ഓഫറിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്? ടൈപ്സ് നമ്മൾ പറഞ്ഞതാണ്. ഏതൊക്കെയാണ് ഓഫറിന്റെ ടൈപ്സ്? എക്സ്പ്രസ് ഓഫർ, ഇംപ്ലൈഡ് ഓഫർ. എക്സ്പ്രസ് എന്നൊക്കെ പറയാൻ കിട്ടൂലേ? എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ ബൈ വേർഡ്സ്, സ്പോക്കൺ ഓർ റിട്ടൺ വരും. ഓക്കെ, എഴുത്താലോ വാക്കാലോ ഉള്ള ഓഫർ ആണെങ്കിൽ എക്സ്പ്രസ് ഓഫർ ആണ്. ഓക്കെ, then implied offer എന്ന് പറഞ്ഞാലോ? implied offer എന്ന് പറഞ്ഞാൽ it is inferred by the conduct of the parties, conduct of the person. ഓക്കെ, അത്തരത്തിലുള്ള ഓഫറാണ് implied offer. then specific offer നമ്മൾ പറഞ്ഞു. specific offer എന്ന് പറഞ്ഞാൽ ഓഫർ ടു എ സ്പെസിഫിക് പേഴ്സൺ ആണ്. ഓക്കെ, അത് അയാൾക്ക് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഒരു സ്പെസിഫിക് പേഴ്സൺ അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രൂപ്പിനോടുള്ള ഓഫറാണ് സ്പെസിഫിക് ഓഫർ. It can be accepted only by the person to whom it is made. എന്നാൽ ജനറൽ ഓഫർ നമ്മൾ ഇറ്റ് ഈസ് ഓഫർ ടു ദ വേൾഡ്. അത് ലോകത്തോട് മൊത്തമുള്ള ഓഫർ, ആർക്ക് വേണമെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാം. വൺ വിച്ച് ഇസ് മെയ്ഡ് ടു ദ വേൾഡ്, എനി പേഴ്സൺ ക്യാൻ ആക്സെപ്റ്റ് ദ ഓഫർ. പിന്നെ അടുത്തതാണ് സ്റ്റാൻഡിങ് ഓഫർ. സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഓഫറാണ്. സ്റ്റാൻഡിങ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഫറാണ്. ആ ഓഫർ ഒരു താൽക്കാലിക ഓഫറല്ല, സ്ഥിരമായിട്ടുള്ള ഓഫർ ആണെങ്കിൽ അതിനാണ് കണ്ടിന്യൂസ് ഓഫർ എന്ന് പറയാം. ഉദാഹരണത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഗുഡ്സ് സപ്ലൈ ചെയ്യാനുള്ള ഓഫർ. ഒരു കമ്പനിക്ക് നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യാം എന്ന് അഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ഓഫറാണ്. ദെൻ ക്രോസ് ഓഫർ. ക്രോസ് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഓഫർ മറ്റൊരാൾക്ക് നൽകുന്നുണ്ട്, അതറിയാതെ അയാൾ തിരിച്ചിങ്ങോട്ടൊരു ഓഫർ നൽകുന്നുണ്ട്. അത്തരം ഓഫറിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. ഐഡന്റിക്കൽ ഓഫേഴ്സ് ആർ മെയ്ഡ് ബൈ ദ പാർട്ടീസ് ഇൻ ഇഗ്നോറൻസ് ഓഫ് ഈച്ച് അതർ. ഓക്കെ, ഐഡന്റിക്കൽ ഓഫേഴ്സ്, ഒരേപോലത്തെ ഓഫറുകൾ രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുക. ഇൻ ഇഗ്നോറൻസ് ഓഫ് ഈച്ച് അതർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ. ഉദാഹരണത്തിന് ഇപ്പൊ ഒരാൾ എ ബിക്ക് ഒരു കത്തയച്ചു, തന്റെ കാർ എത്ര രൂപയ്ക്ക് വിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു.
ഓക്കെ, അതറിയില്ല, ബി അതറിയില്ല. ബി എന്ത് ചെയ്തിട്ടുണ്ട്? ബി ഇങ്ങോട്ട് ഒരു കത്ത്, നിന്റെ കാറ് ഞാൻ ഇത്ര രൂപയ്ക്ക് വാങ്ങാൻ തയ്യാറാണെന്ന് ഇങ്ങോട്ട് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേരും പരസ്പരം അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഓഫറുകൾ പോയിട്ടുണ്ട്. ഇത്തരം ഓഫറിന് ക്രോസ് ഓഫർ എന്ന് പറയും. ഇത് ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് വന്നിട്ടുള്ള ഓഫറാണ് ക്രോസ് ഓഫർ. എന്നാൽ കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു ഓഫർ മറ്റൊരു ഓഫർ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് റിജക്റ്റ് ആയി പോവാണ്. ഓക്കെ, ഒരു ഓഫറിനെ റിജക്ട് ചെയ്ത് പുതിയൊരു ഓഫർ ഉണ്ടാക്കുന്നതാണ് കൗണ്ടർ ഓഫർ. റിജക്ഷൻ ഓഫ് ഒറിജിനൽ ഓഫർ ആൻഡ് മേക്കിംഗ് ന്യൂ ഓഫർ, അതാണ് കൗണ്ടർ ഓഫർ. ഒറിജിനൽ ഓഫറിനെ റിജക്ട് ചെയ്ത് പുതിയൊരു ഓഫർ കൊടുക്കുന്നതാണ് കൗണ്ടർ ഓഫർ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കടയിൽ നിന്നും ഒരു സാധനം വാങ്ങുകയാണ്, സാധനത്തിന് വില ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു എത്ര, 10,000 രൂപയാണെന്ന് പറഞ്ഞു. അപ്പൊ അത് അവരുടെ ഓഫറാണ്, 10,000 രൂപയ്ക്ക് വിൽക്കാൻ തയ്യാറാണെന്നുള്ള അവർ പറയാം ഓഫർ. അപ്പൊ നിങ്ങൾ തിരിച്ച് അങ്ങോട്ട് വേറൊരു ഓഫർ കൊടുത്തു, 9,000 ആണെങ്കിൽ വാങ്ങാൻ ഞാൻ തയ്യാറാണ്, അത് പുതിയൊരു ഓഫറാണ്. അപ്പൊ ആദ്യത്തെ ഓഫർ എന്തായി? അവർ തന്ന ഓഫർ റിജക്റ്റ് ആയി, നിങ്ങൾ പുതിയൊരു ഓഫർ നൽകി. ഓക്കെ, അപ്പൊ അവരത് അക്സെപ്റ്റ് ചെയ്താൽ അവിടെ കോൺട്രാക്ട് ആയി. അപ്പൊ പുതിയ ഓഫറാണ് വാലിഡ് ആയിട്ടുള്ളത്. ആദ്യത്തെ ഓഫർ എന്തായി? ക്യാൻസൽ ആയി. പുതിയൊരു ഓഫർ നൽകുന്നതോടുകൂടി പഴയ ഓഫർ ക്യാൻസൽ ആയി. അപ്പൊ ഇത്തരം ഓഫറിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മള് ഓഫർ എന്നുള്ള ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഓഫറിന്റെ ഡെഫിനിഷനും ഓഫറിന്റെ ഫീച്ചേഴ്സും ടൈപ്സ് ഓഫ് ഓഫറുമാണ് പഠിക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും പോയിന്റ് അറിയാത്തതുണ്ടോ? എഴുതിക്കൂടെ എല്ലാം. സ്റ്റാൻഡിംഗ് ഓഫർ ഒന്നുകൂടി പറയും. സ്റ്റാൻഡിംഗ് ഓഫർ എന്നാൽ കണ്ടിന്യൂസ് ആയി നിലനിൽക്കുന്ന ഓഫറാണ്. An offer for continuous supply of certain goods and services in any quantity at certain price as and when required is called standing offer. അതിനെ ഓപ്പൺ ഓഫർ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ഓഫർ എന്നൊക്കെ പറയും. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു സ്ഥാപനത്തിന് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യാമെന്ന്. അത് ഗുഡ്സ് ആവാം, സർവീസ് ആവാം, റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോ ഒരു പ്രാവശ്യം മാത്രമല്ല, ഓക്കെ, എല്ലാ മാസവും നമ്മൾ സപ്ലൈ ചെയ്യാം എന്നുള്ള ഓഫർ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ഓഫറാണ്, ഓപ്പൺ ഓഫറാണ്, സ്റ്റാൻഡിങ് ഓഫറാണ്, നിലനിൽക്കുന്ന ഓഫറാണ്. ഓക്കെ, അത് ഒരു പ്രാവശ്യം സപ്ലൈ ചെയ്ത് നിർത്താൻ പറ്റില്ല. നമ്മൾ ഓഫർ ചെയ്തെന്താണ്? എല്ലാ മാസവും ചെയ്യാമെന്നാണ്. സോ അത് സ്റ്റാൻഡിങ് ഓഫറാണ്. പിന്നെ ആരോന്ന് ചോദിച്ചു ക്രോസ് ഓഫർ. ക്രോസ് ഓഫർ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫറുകൾ നൽകുകയാണ്. അത് വിത്ത് ഇൻ ഇഗ്നറൻസ് ഓഫ് ഈച്ച് അതർ, പരസ്പരം അറിയാതെയുള്ള. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, എ ബിക്ക് ഒരു ഓഫർ നൽകുന്നു, എയുടെ കാറ് ബിക്ക് വിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു ഓഫർ നൽകുന്നു. ആ ഓഫർ കത്തായിട്ടാണ് എഴുതുന്നത്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു എന്ന് എഴുതാം. അത് ബി അത് റീഡ് ചെയ്തിട്ടില്ല, ബി അയാളുടെ മെസ്സേജ് റീഡ് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ബി വേറൊരു മെസ്സേജ് ഇങ്ങോട്ട് അയക്കും, ഓക്കെ, എക്ക് അയക്കുന്നു. അതിലെന്താ പറഞ്ഞത്? തന്റെ കാറ് ഞാൻ വാങ്ങാൻ തയ്യാറാണ്. വിൽക്കാനുള്ള വിവരം, പുതിയൊരു കാറ് വാങ്ങിയ പേര് അറിഞ്ഞിട്ടുണ്ട്, അപ്പൊ പഴയ കാറ് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അയക്കുന്നത്. അപ്പൊ രണ്ടുപേരും ഉദ്ദേശിച്ചത് ഒരേ കാര്യം തന്നെയാണ്, പക്ഷെ രണ്ട് ഓഫറുകൾ. അല്ലേ? ഒരാൾ അങ്ങോട്ടൊരു ഓഫർ കൊടുത്തിട്ടുണ്ട്, മറ്റൊരാൾ ഇങ്ങോട്ടൊരു ഓഫർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഏതെങ്കിലും ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്താൽ മതി, ആ കോൺട്രാക്ട് വാലിഡ് ആവും. അപ്പൊ അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയി പോകുന്ന ഓഫറിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയാം. അവിടെ രണ്ട് ഓഫറും നിലനിൽക്കുന്നുണ്ട്, അതിലേതെങ്കിലും ഒരു ഓഫർ ഒരാൾ ആക്സെപ്റ്റ് ചെയ്താൽ മതി. എന്നാൽ കൗണ്ടർ ഓഫർ അങ്ങനെയല്ല. കൗണ്ടർ ഓഫർ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്, ഒരാൾ ഒരു ഓഫർ നൽകി, ആ ഓഫറിനെ മറ്റേ ആൾ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. എന്നിട്ട് പകരം മറ്റൊരു ഓഫർ അങ്ങോട്ട് നൽകി. അതിന് എക്സാമ്പിൾ ആണ്, നിങ്ങളിപ്പോ സാധനം വാങ്ങുമ്പോൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങാറില്ലേ? അപ്പൊ ബാർഗെയിൻ ചെയ്യുമ്പോൾ അവരുടെ ഓഫർ നിങ്ങൾ റിജക്ട് ചെയ്ത് നിങ്ങൾ അങ്ങോട്ടൊരു ഓഫർ കൊടുക്കുകയാണ്, ഇത്ര വിലക്കാണ് ഞാൻ വാങ്ങുന്നത്. അപ്പൊ ആദ്യത്തെ ഓഫർ ക്യാൻസൽ ആയി, പുതിയൊരു ഓഫർ നിങ്ങൾ നൽകി. അതെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ ആണ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് നമ്മൾ പറഞ്ഞു, ഈ ഓഫറിനോടുള്ള നമ്മുടെ സമ്മതമാണ്. ഒരാൾ നമുക്കൊരു സൂചന നൽകി, ഒരു ഓഫർ നൽകി, പ്രപ്പോസൽ നൽകി, അത് ആക്സെപ്റ്റ് ചെയ്യലാണ് അക്സെപ്റ്റൻസ്. When the person to whom the proposal is made signifies, ആർക്കാണോ പ്രപ്പോസൽ വന്നിട്ടുള്ളത്, when the person
ടു ഹൂം, ആർക്കാണോ ദ പ്രപ്പോസൽ ഇസ് മെയ്ഡ് സിഗ്നിഫൈസ്, ആർക്കാണോ ഈ ഓഫർ വന്നിട്ടുള്ളത്, ഹിസ് അസെന്റ് ടു ദ പ്രപ്പോസൽ ഈസ് സെറ്റ് ടു ബി അക്സെപ്റ്റഡ്, അയാളുടെ സമ്മതത്തെയാണ് അക്സെപ്റ്റൻസ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരാൾ ഒരു ഓഫർ നൽകിയാൽ അതിനോടുള്ള നിങ്ങളുടെ സമ്മതമാണ് അക്സെപ്റ്റൻസ്. വേറെ ആരെങ്കിലും സമ്മതിച്ചാൽ പോരാ, അയാൾ തന്നെ സമ്മതിക്കണം. ഓക്കെ, ഇനി അക്സെപ്റ്റൻസിന്റെ വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അക്സെപ്റ്റൻസ് വാലിഡ് ആവണമെങ്കിൽ അവിടെയും കമ്മ്യൂണിക്കേഷൻ വേണം. അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫർ, അത് ഓഫർ ചെയ്ത ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബൈ ദ പേഴ്സൺ, ആർക്കാണോ ഓഫർ നൽകിയത് അയാൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യണം, വേറെ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്താൽ പോരാ. അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ പേഴ്സൺ, അത് അക്സെപ്റ്റ് ചെയ്യണം, അയാൾ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ പേഴ്സൺ ഹു ഹാസ് ദ അതോറിറ്റി ടു അക്സെപ്റ്റ്, ആർക്കാണോ അത് അക്സെപ്റ്റ് ചെയ്യാൻ അതോറിറ്റി ഉള്ളത് അയാൾ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആൻഡ് അക്സെപ്റ്റൻസ് ക്യാൻ ബി ഗിവൺ ഓൺലി ടു ദാറ്റ് ഓഫർ. ഓക്കെ, ഗിവൺ ഓൺലി ടു ദാറ്റ് ഓഫർ. അക്സെപ്റ്റൻസ് എന്ത് ഓഫറാണോ വന്നിട്ടുള്ളത് ആ ഓഫറിനുള്ള അക്സെപ്റ്റൻസ് ആണ്. An acceptor must be aware of the proposal. Acceptor must be aware of the proposal. ഓഫറിനെ കുറിച്ച് അക്സെപ്റ്റർ അവെയർ ആയിരിക്കണം at the time of the offer. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞിരുന്നു. എന്താ ഉദാഹരണം പറഞ്ഞത്? ഓഫർ ഉള്ള സമയത്ത് അങ്ങനെ ഒരു ഓഫർ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യണം, അല്ലാതെ യാദൃശ്ചികമായി സംഭവിച്ചാണെങ്കിൽ അത് അക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കില്ല. ഓക്കെ, CID മൂസയിലുള്ള ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അതില് ദിലീപ് ഒരാളെ യാദൃശ്ചികമായിട്ട് കൊല്ലപ്പെടുമ്പോ അതിൽ ദിലീപ് പ്രതിയാവുന്നുണ്ട് അല്ലെ. അങ്ങനെ അയാളുടെ തലയ്ക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഓഫർ ദിലീപിന് കിട്ടുകയാണ്. അത് ശരിക്കും ആക്സെപ്റ്റൻസ് അല്ല. ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കില്ല അവിടെ. ആ കേസിൽ ദിലീപിനില്ല. കാരണം എന്താ വെച്ചാൽ ആ ഓഫറിനെ കുറിച്ച് അവെയർ അല്ല. acceptance must be, the acceptor must be aware of the proposal. പ്രൊപ്പോസലിനെ കുറിച്ച് അല്ലെങ്കിൽ ഓഫറിനെ കുറിച്ച് അക്സെപ്റ്റർ അവെയർ ആയിരിക്കണം, എങ്കിലേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Then acceptance must be made within a reasonable time. അക്സെപ്റ്റൻസ് ഒരു സമയത്തിനുള്ളിൽ തന്നെ ചെയ്യണം. അതിലൊരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തിൽ ചെയ്യണം. പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു സമയം, അത് കോടതി തീരുമാനിക്കും ഏതാണ് റീസണബിൾ ടൈം എന്നൊക്കെ. അപ്പൊ ആ ഒരു ടൈമിൽ അത് ചെയ്യണം. ആൻഡ് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട്. അക്സെപ്റ്റൻസ് അബ്സല്യൂട്ട് ആയിരിക്കണം. ആൻഡ് അൺക്വാളിഫൈഡ് ആൻഡ് അൺകണ്ടീഷണൽ, ഉപാധിയോടുകൂടി ഒന്നും ആവാൻ പാടില്ല അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. അക്സെപ്റ്റൻസ് ഇംപ്ലൈഡ് ആവാം, എക്സ്പ്രസ് ആവാം. സൈലൻസ് ഈസ് നോട്ട് എ മോഡ് ഓഫ് അക്സെപ്റ്റൻസ്. സൈലൻസ് എന്തല്ല, അക്സെപ്റ്റൻസ് അല്ല. മിണ്ടാതിരുന്നുണ്ടെങ്കിൽ അത് സമ്മതമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. മറുപടി എന്തെങ്കിലും കിട്ടണം, അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ബിഫോർ ദ ഓഫർ ലാപ്സസ്. ഓഫർ ലാപ്സ് ആവുന്നതിന് മുമ്പ് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഫോർ ദ ഹോൾ ഓഫ് ദ പ്രൊപ്പോസൽ. അക്സെപ്റ്റൻസ് മൊത്തം ഓഫറിനോടും ആയിരിക്കണം. മൊത്തം ഓഫറിനോടും അക്സെപ്റ്റൻസ് വരണം, അല്ലാതെ ഭാഗികമായിട്ട് അക്സെപ്റ്റ് ചെയ്താൽ അത് പരിഗണിക്കില്ല. അപ്പൊ ഇത്രയാണ് അക്സെപ്റ്റൻസിന്റെ എസെൻഷ്യൽ എലമെന്റ്സ്. ഇത് ക്ലിയർ ആണോ? എന്ത് ഡൗട്ട് ഉണ്ടോ? അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആർക്കാണോ ഓഫർ കിട്ടിയത് അയാൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ ആ ഓഫറിനോട് ഉള്ള മറുപടി ആവണം. ആ ഓഫറിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. റീസണബിൾ ടൈമിനുള്ളിൽ അക്സെപ്റ്റൻസ് ചെയ്യണം. കണ്ടീഷൻ ഉണ്ടാവാൻ പാടില്ല. എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം. സൈലൻസ് അക്സെപ്റ്റൻസ് അല്ല. ഓഫർ തീരുന്നതിന് മുമ്പ് അക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ മുഴുവൻ ഓഫറിനോട് പൂർണ്ണമായിട്ടുള്ള അക്സെപ്റ്റൻസ് ആവണം. ഭാഗികമായിട്ടാണെങ്കിൽ അത് വാലിഡ് അല്ല. ഓക്കെ, ഇനി മറ്റൊരു ടേം, ഇത് സാധാരണ എക്സാമിൽ ചോദിക്കുന്ന ഒരു ഐറ്റമാണ്. Acceptance is to an offer is what a lighted match to a train of gunpowder. Explain. ഓഫറും അക്സെപ്റ്റൻസും തമ്മിലുള്ള ബന്ധം ഒരു തീപ്പെട്ടികളിൽ
തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിട്ട് ഒരു വെടിമരുന്ന് നിറച്ച ട്രെയിനിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെയാണ് അവ തമ്മിലുള്ള ബന്ധം. സർ വില്യംസ് ആൻസൺ ആണ് ഇങ്ങനെ ഒരു സാഹിത്യ രൂപത്തിൽ ആക്സെപ്റ്റൻസിനെയും ഓഫറിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഒരു വെടിമരുന്നിലേക്ക് തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? അത് പൊട്ടിത്തെറിക്കൂല്ലേ? അതുപോലെയാണ് ഓഫർ ആക്സെപ്റ്റൻസും എന്നാ പറയുന്നത്. ഓഫർ ആക്സെപ്റ്റൻസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടാവും. ഓക്കെ, അത് പ്രോമിസായി മാറും. പിന്നെ അത് പിൻവലിക്കാൻ പറ്റൂല. പിന്നെ ഓഫർ ഇങ്ങോട്ട് എടുക്കാൻ പറ്റൂല, ആക്സെപ്റ്റൻസ് അങ്ങോട്ട് എടുക്കാൻ പറ്റൂല. ഓക്കെ, വെടിമരുന്നിലേക്ക് തീപ്പെട്ടിക്കൊള്ളി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീപ്പെട്ടിക്കൊള്ളി തിരിച്ചു കിട്ടൂല. ഓക്കെ, തിരിച്ചെടുത്തിട്ട് കാര്യമില്ല. അതുപോലെ വെടിമരുന്നും കിട്ടൂല, രണ്ടും അത് പൊട്ടിത്തെറിക്കും. അതുപോലെയാണ് ഓഫറും ആക്സെപ്റ്റൻസും. ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്നാൽ ഓഫർ നമുക്ക് തിരിച്ചെടുക്കാം ഏതിനു മുന്നേ? അതിന്റെ ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ. ഓഫറുടെ പോയിന്റ് ഓഫ് വ്യൂ അതിന്റെ ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ ഓഫർ തിരിച്ചെടുക്കാം. എന്നാൽ ആക്സെപ്റ്റൻസും തിരിച്ചെടുക്കാം ഏതിനു മുന്നേ? ആക്സെപ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂ അതിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ്. അപ്പോൾ ഓഫറിന്റെയും ആക്സെപ്റ്റൻസിന്റെയും കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓഫറിന്റെയും ആക്സെപ്റ്റൻസിന്റെയും കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ അതൊരു ലൈറ്റഡ് മാച്ച് ഒരു ഗൺ പൗഡറിൽ, ഒരു ട്രെയിൻ ഓഫ് ഗൺ പൗഡറിൽ വെച്ച പോലെയാണ്. പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. In the words of Sir William Anson, an acceptance to an offer, what a lighted match is to a train of gunpowder. Train of gunpowder is represented by offer. Train of gunpowder ഇവിടെ offer ആണ് സൂചിപ്പിക്കുന്നത്. And lighted match by acceptance ആണ്. When lighted match is shown to the train of gunpowder, it explodes. Okay, തീപ്പെട്ടിക്കൊള്ളി വെടിമരുന്നിലേക്ക് വെച്ചാൽ അത് പൊട്ടിത്തെറിക്കുന്നു. Similarly, an offer once accepted cannot be revoked. അതുപോലത്തെയാണ് ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പിൻവലിക്കാൻ പറ്റില്ല. ആൻഡ് ദെൻ ഇറ്റ് ബിക്കംസ് എ കോൺട്രാക്ട്. അത് കോൺട്രാക്ട് ആയി മാറും. ഹൗവർ എക്സ്പ്ലോഷൻ ക്യാൻ ബി പ്രിവെന്റഡ്. പക്ഷെ നമുക്ക് എക്സ്പ്ലോഷൻ പ്രിവെന്റ് ചെയ്യാം. എങ്ങനെ? ബൈ റിമൂവിംഗ് ദ ഗൺ പൗഡർ ബിഫോർ ദ ലൈറ്റർ മാച്ച് ഈസ് ബ്രോട്ട് നിയർ ഇറ്റ്. തീപ്പെട്ടിക്കൊള്ളി അതിലേക്ക് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഗൺ പൗഡർ മാറ്റിവെക്കാം. അങ്ങനെ നമുക്കൊരു എക്സ്പ്ലോഷൻ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓഫർ റിജക്ട് ചെയ്യാം. Then similarly, no contract arises if the offer has already lapsed. അതുപോലെ തന്നെ ഓഫർ ലാപ്സ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതാണ് ഓഫറും ആക്സെപ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ. അടുത്തത് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരു കാര്യം കൂടെ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓഫറിന്റെയും ആക്സെപ്റ്റൻസിന്റെയും കമ്മ്യൂണിക്കേഷൻ, അതിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുക എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? അത് നൽകുന്ന ആള് എന്താണോ ഉദ്ദേശിച്ചത് അതേ ആ കാര്യം ആർക്കാണോ നൽകുന്നത് അയാളിലേക്ക് എത്തണം. അപ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുക, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആണെന്ന് പറയാം. ഇവിടെ ഓഫറിന്റെയും ആക്സെപ്റ്റൻസിന്റെയും കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? എപ്പോഴാണ് ഓഫർ പിൻവലിക്കാൻ പറ്റുക? എപ്പോഴാണ് ആക്സെപ്റ്റൻസ് പിൻവലിക്കാൻ പറ്റുക എന്നതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഈസ് കംപ്ലീറ്റ് when it comes to the knowledge of the person to whom it is made. ഓഫറിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്ന എപ്പോഴാണ്? ആ ഓഫർ ആർക്കാണോ നൽകിയത് അയാളുടെ അറിവിലേക്ക് എത്തുമ്പോൾ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാറ് വിൽക്കുന്നുണ്ട്, നിങ്ങളുടെ സുഹൃത്തിനോട് പറയാണ്. ഇപ്പൊ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്, അപ്പൊ അത് നിങ്ങളുടെ സുഹൃത്ത് അത് റീഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക? കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസിന് രണ്ട് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. Communication of acceptance is complete as against the proposer when he put in a course of transmission to him, so as to be out of the power of the person to whom it is made. Communication of acceptance രണ്ടാളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കണം. ഓഫറുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കണം, ആക്സെപ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കണം. ആക്സെപ്റ്റ് ചെയ്യുന്ന ആള് അതിന് മറുപടി കൊടുക്കുകയാണ്. അതിന്റെ ആക്സെപ്റ്റൻസിന്റെ മറുപടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ ആ മറുപടി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു.
അത് ബൈ പോസ്റ്റ് ആണ്. ബൈ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് അതിന് മറുപടി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ വാട്സപ്പിൽ അത് മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞു, അയാളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി. ആരുടെ പോയിന്റ് ഓഫ് വ്യൂല്? ഓഫററുടെ പോയിന്റ് ഓഫ് വ്യൂല്. ഇനി ഓഫറർക്ക് ആ ഓഫർ പിൻവലിക്കാൻ പറ്റില്ല. ഓഫർ ചെയ്ത ആൾക്ക് ആ ഓഫർ പിൻവലിക്കാൻ പറ്റില്ല. ഏതിന് ശേഷം? അതിന്റെ അക്സെപ്റ്റൻസിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം. അക്സെപ്റ്റൻസിന്റെ കമ്മ്യൂണിക്കേഷൻ ഓഫററുടെ പോയിന്റ് ഓഫ് വ്യൂല് കംപ്ലീറ്റ് ആയതിനു ശേഷം അത് പിൻവലിക്കാൻ പറ്റില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഓഫററുടെ പോയിന്റ് ഓഫ് വ്യൂല് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? ഇവിടെ പറയുന്നുണ്ട് when it puts in a course of transmission to him. അത് ഓഫറർക്ക് അതിനുള്ള മറുപടി അവൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അവന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. സോ ആസ് ടു ബി ഔട്ട് ഓഫ് ദ പവർ ഓഫ് ദ പേഴ്സൺ ഹു മേക്ക് ഇറ്റ്. അവന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതായത് മറുപടി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല, കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിലാണ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതോടുകൂടി അതിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി. ആരുടെ പോയിന്റ് ഓഫ് വ്യൂല്? ഓഫററുടെ പോയിന്റ് ഓഫ് വ്യൂ. ഇനി ഓഫർ പിൻവലിക്കാൻ പറ്റില്ല. എന്നാൽ ഇപ്പോഴും ആക്സെപ്റ്റൻസ് പിൻവലിക്കാം. മറുപടി അയച്ചിട്ടേ ഉള്ളൂ, ആക്സെപ്റ്റൻസ് അപ്പുറത്ത് എത്തിയിട്ടില്ല. അത് അപ്പുറത്ത് എത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യാം? ആക്സെപ്റ്റൻസ് പിൻവലിക്കാം. അപ്പൊ ആക്സെപ്റ്റൻസ് എപ്പോഴാണ് പിൻവലിക്കാൻ പറ്റാം? അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ആക്സെപ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ പിൻവലിക്കാം. Okay, communication of acceptance is complete as against the acceptor when it comes to the knowledge of the proposer. എപ്പോഴാണ് ആക്സെപ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂല് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുക? ആക്സെപ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂല് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത് അത് ഓഫറർക്ക് അതിന്റെ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യുമ്പോഴാണ്. ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള വിവരം ഓഫറർക്ക് അറിയുമ്പോഴാണ് അതിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുക. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് റെക്കോർഡഡ് ക്ലാസ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യും, അത് വീണ്ടും കേട്ടാൽ മതി. എക്സാമ്പിൾ നോക്കാം. എ proposes by letter to sell a car to B at a certain price. B accepts the proposal of A by a letter which is sent by post. The communication of the proposal is complete when B receives the letter. ഓഫറിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് ബിക്ക് ആ ലെറ്റർ റിസീവ് ചെയ്യുമ്പോഴാണ്. എ ബിക്ക് ഒരു കത്ത് അയച്ചു. എന്താ കത്ത്? അവന്റെ കാറ് വിൽക്കാൻ വില്ലിംഗ് ആണ്, തനിക്ക് താല്പര്യമുണ്ടോ വാങ്ങാൻ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ഓഫറിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? ബിക്ക് ആ ലെറ്റർ കിട്ടുമ്പോൾ ബി അത് വായിച്ചു നോക്കി, അപ്പോൾ അതിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് നമുക്ക് രണ്ട് പോയിന്റ് ഓഫ് വ്യൂലും എഴുതണം. എയുടെ പോയിന്റ് ഓഫ് വ്യൂലും ബിയുടെ പോയിന്റ് ഓഫ് വ്യൂ എഴുതണം. എയുടെ പോയിന്റ് ഓഫ് വ്യൂ അത് കംപ്ലീറ്റ് ആവുക അതിനുള്ള മറുപടി ബി പോസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, the communication of acceptance is complete as against A as soon as the letter is posted into a letter box and thus it goes out of the power of A. And the letter box കൊണ്ടുപോയിട്ടു, പോസ്റ്റ് ഓഫീസിലെ ലെറ്റർ ബോക്സിൽ കൊണ്ടുപോയിട്ട് മറുപടി ബി കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട്. അതോടുകൂടി ബിയുടെ കയ്യിൽ നിന്ന് പോയി. ഇനി അത് പിൻവലിക്കാൻ എക്ക് പറ്റില്ല. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ആസ് അഗെയിൻസ്റ്റ് എ ഈസ് കംപ്ലീറ്റ് when the letter is posted into a letter box. ഇനി ബിയുടെ പോയിന്റ് ഓഫ് വ്യൂലോ? ബിയുടെ പോയിന്റ് ഓഫ് വ്യൂല് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത് ആ ലെറ്റർ എക്ക് കിട്ടുമ്പോഴാണ്. ബി അതിനുള്ള മറുപടി അയച്ച് പോസ്റ്റ് ചെയ്തു, അത് പോസ്റ്റ്മാൻ കൊണ്ടുപോയിട്ട് എക്ക് കൊടുത്തു. അങ്ങനെ എ അത് വായിച്ചു നോക്കുമ്പോൾ ആണ് അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ബിയുടെ പോയിന്റ് ഓഫ് വ്യൂല് കംപ്ലീറ്റ് ആവുക. അതിന്റെ മറുപടി അത് വായിച്ചു നോക്കി, ബിയുടെ മറുപടി എ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഇനി അത് പിൻവലിക്കാൻ ബിക്ക് പറ്റില്ല, ആക്സെപ്റ്റൻസ് പിൻവലിക്കാൻ പറ്റില്ല. അതിന് മുന്നേ പോസ്റ്റ്മാൻ അയാൾക്ക് കൊണ്ടുകൊടുക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ ആ ലെറ്റർ വാങ്ങിയിട്ട് എന്ത് ചെയ്യാമായിരുന്നു? ഒഴിവാക്കാമായിരുന്നു. ഓക്കെ, അതുവരെ അല്ലെങ്കിൽ അതിന് മുന്നേ മറുപടി കൊടുക്കാൻ, ഞാനൊരു ലെറ്റർ അയക്കുന്നുണ്ട്, അത് നീ ആക്സെപ്റ്റ്, ഞാൻ അതിന്റെ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുള്ള മറുപടി ലെറ്റർ വരും, പക്ഷെ അത് ഞാൻ ഇപ്പൊ വിത്ഡ്രോ ചെയ്യാണെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ എന്ത് ചെയ്യണം? അത് ക്യാൻസൽ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിലും ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് റിജക്ട് ചെയ്യാൻ പറ്റും.
അപ്പൊ ഇതാണ് അടുത്ത ചോദ്യം. ടൈം ഫോർ റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഓഫറും അക്സെപ്റ്റൻസും റിവോക്ക് ചെയ്യുക. റിവോക്ക് ചെയ്യാൻ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന സമയം എപ്പോഴാണ്? അതിന്റെ സമയമാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഓഫർ പിൻവലിക്കാൻ പറ്റും ഏതിനു മുന്നേ? ഓഫററുടെ പോയിന്റ് ഓഫ് വ്യൂല് അതിന്റെ അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ. അക്സെപ്റ്റൻസ് പിൻവലിക്കാൻ പറ്റും ഏതിനു മുന്നേ? അക്സെപ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂല് അതിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ. അക്സെപ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂല് അക്സെപ്റ്റൻസിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ അത് പിൻവലിക്കാം. ഓഫർ പിൻവലിക്കാം ഏതിനു മുന്നേ? ഓഫറുടെ പോയിന്റ് ഓഫ് വ്യൂല് അക്സെപ്റ്റൻസിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ. ഇനി ഇതിലുള്ളത് when does an offer comes to an end ആണ്. ഒരു ഓഫർ എപ്പോഴാണ് ഇല്ലാതാവുന്നത്? ഓഫർ ഇല്ലാതാവുന്നത് ബൈ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. ഓഫർ നമുക്ക് റിവോക്ക് ചെയ്യാം. ഓഫർ നൽകിയ ആൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? റിവോക്ക് ചെയ്യാം. നോട്ടീസ് കൊടുത്ത് റിവോക്ക് ചെയ്യാം. അതുപോലെ കാലാവധി കഴിഞ്ഞാൽ അത് ലാപ്സ് ആവും, ഇല്ലാതെ ലാപ്സ് ഓഫ് ടൈം, ഓഫർ അവസാനിക്കും. പിന്നെ ഫെയിലിയർ ഓഫ് ദ ആക്സെപ്റ്റർ. ആക്സെപ്റ്റർ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഫെയിൽ ആയി കഴിഞ്ഞാലും ഓഫർ അവസാനിക്കും. ബൈ ഡെത്ത് ഓഫ് ഇൻസാനിറ്റി ഓഫ് ദ പ്രൊപ്പോസർ. ഓഫർ നൽകിയ ആൾ മരിച്ചു, അല്ലെങ്കിൽ അയാൾക്ക് ഇൻസാനിറ്റി വന്നു. ഇൻസാനിറ്റി എന്നാൽ അൺസൗണ്ട് മൈൻഡായി, ബുദ്ധി നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിലും ഓഫർ ഇല്ലാതാവും. കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഒറിജിനൽ ഓഫർ റിജക്ട് ചെയ്ത് പുതിയ ഓഫർ നൽകുകയാണ്. ഒറിജിനൽ ഓഫർ അതോടുകൂടി അവസാനിച്ചു. ബൈ റിജക്ഷൻ. ഓഫർ റിജക്ട് ചെയ്തു, ഓഫർ റിജക്ട് ചെയ്തു, അപ്പോഴും ഓഫർ ഇല്ലാതാവും. കൗണ്ടർ ഓഫറിൽ റിജക്ഷനും ഉണ്ട്, പുതിയൊരു ഓഫർ നൽകലുണ്ട്. റിജക്ഷൻ എന്നാൽ ഓഫർ റിജക്ട് ചെയ്തു, അതോടുകൂടി ഓഫർ അവസാനിച്ചു. പിന്നെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാൾ ഒരു ഓഫർ നിങ്ങൾക്ക് നൽകി, അത് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ റിജക്ട് ചെയ്തതോടുകൂടി ആ ഓഫർ ക്യാൻസൽ ആയി. ഇനി നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ദെൻ ബൈ സബ്സീക്വന്റ് ഇല്ലീഗാലിറ്റി, അല്ലെങ്കിൽ പിന്നീട് അത് ഇല്ലീഗലായിട്ട് മാറാം. ഓഫർ നിയമവിരുദ്ധമായിട്ട് മാറാം. നിയമം മാറി അത്തരം കോൺട്രാക്ടുകൾ ചെയ്യാൻ പാടില്ല എന്ന് നിയമം വന്നു. അങ്ങനെ ഓഫർ അവസാനിക്കും. ബൈ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിച്ച കാറിന്റെ കാര്യമായിരുന്നു നിങ്ങൾ ഓഫർ നൽകിയിരുന്നത്. ആ കാർ നശിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി, അതോടുകൂടി ഓഫർ അവസാനിക്കും. അപ്പോൾ ഓഫർ അവസാനിക്കുന്ന കാരണങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ, ലാപ്സ് ഓഫ് ടൈം, failure of acceptor, death or insanity of the proposer, counter offer, rejection, subsequent illegality, destruction of subject matter. Clear alike. Acceptance എന്നുള്ള ചാപ്റ്റർ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്തത് കൺസിഡറേഷൻ എന്നുള്ള ചാപ്റ്റർ ആണ്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺട്രാക്റ്റില് രണ്ട് പാർട്ടീസും അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ, സംതിങ് റിട്ടേൺ, ഒരു കാര്യമാണ് ചെയ്തു കൊടുക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടൊരു കാര്യം കിട്ടുന്നുണ്ട്. അതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. കൺസിഡറേഷന്റെ ഡെഫിനിഷനില് ഡിഫൈൻ കൺസിഡറേഷൻ ചോദിച്ചതിന്റെ ഡെഫിനിഷൻ തന്നെ എഴുതണം. When the desire of the promiser, promisee or any other person has done or abstained from doing, or does or abstains from doing, or promises to do or abstain from doing something such act or abstinence or promise is called consideration for the promise. Definition പറയുന്നുണ്ട്, പ്രോമിസറുടെ താല്പര്യപ്രകാരം, അല്ലെങ്കിൽ പ്രോമിസിയുടെ താല്പര്യപ്രകാരം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും താല്പര്യപ്രകാരം. പ്രോമിസർ, പ്രോമിസി, പ്രോമിസിക്ക് രണ്ട് ഈ ഉണ്ടാവും, പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. Or any other person has done or abstained from doing, or does or abstain from doing. ഒരു കാര്യം ചെയ്തത്, has done, ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, past ആണ്. or abstained from doing, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് തടഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഓക്കെ, has done എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, പാസ്റ്റ് ആണ്. abstained from doing എന്നാൽ നെഗറ്റീവ് ആണ്, ഒരു കാര്യം ചെയ്ത് തടയുകയാണ്, നെഗറ്റീവ് ആണ്, പാസ്റ്റ് ആണ്. or does, പ്രസന്റ് ആണ്, does or abstains from doing. Okay, does നമ്മൾ പോസിറ്റീവ് ആണ്, പ്രസന്റ് ആണ്. abstains from doing അത് നെഗറ്റീവ് ആണ്, പ്രസന്റ് ആണ്. Then or promise to do. Promise to do എന്നാൽ ഫ്യൂച്ചർ ടെൻസ് ആണ്. promise to do ഫ്യൂച്ചർ ആണ്. promise to do പോസിറ്റീവ് ആണ്. or promise to abstain from doing
ഓക്കെ, അത് നെഗറ്റീവ് ആണ്, ഫ്യൂച്ചർ ആണ്. അപ്പോൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തതാവാം, ഓക്കെ, അല്ലെങ്കിൽ ചെയ്യാതിരുന്നതാവാം. ദെൻ അത് പ്രസന്റ് ടെൻസ് ആവാം, ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതാവാം. അല്ലെങ്കിൽ അത് ഫ്യൂച്ചർ ടെൻസ് ആവാം. ഫ്യൂച്ചർ ടെൻസ് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞതാവാം, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആവുകയാണെങ്കിൽ ചെയ്യില്ല എന്ന് പറഞ്ഞതാവാം. അപ്പൊ ഇതൊക്കെ കൺസിഡറേഷൻ ആണ്. രണ്ടാളുകൾ തമ്മിലുള്ള അഗ്രിമെന്റിൽ ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഒരു കാര്യം മറ്റൊരാൾ ചെയ്തു കൊടുക്കുന്നതാണ്. അത് ചിലപ്പോൾ ചെയ്തു കൊടുക്കുന്നതാവണമെന്നില്ല, ഒരു കാര്യം ചെയ്യുന്നതാവണം, ഒരു കാര്യം ചെയ്യാതിരിക്കലായിരിക്കും ചിലപ്പോൾ മറ്റൊരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. അതും ആവാം കൺസിഡറേഷൻ. ഇപ്പൊ കൺസിഡറേഷൻ മേ ബി പാസ്റ്റ് ഓർ പ്രസന്റ് ഓർ ഫ്യൂച്ചർ. കൺസിഡറേഷൻ പാസ്റ്റ് ആവാം, പ്രസന്റ് ആവാം, ഫ്യൂച്ചർ ആവാം. കൺസിഡറേഷൻ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. കൺസിഡറേഷൻ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നതാവാം, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതാവാം. മാത്രമല്ല കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. ഇവിടെ പറയുന്നത് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, പ്രോമിസറുടെ താല്പര്യപ്രകാരം മൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിന്റെ കൺസിഡറേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ നോക്കിയേ. വാലിഡ് കൺസിഡറേഷന്റെ ലീഗൽ റൂൾസ്. ഒന്ന്, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, പ്രോമിസറുടെ താല്പര്യപ്രകാരം മൂവ് ചെയ്യണം. ആൻഡ് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. കൺസിഡറേഷൻ പ്രോമിസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരിൽ നിന്നോ മൂവ് ചെയ്യാം. മറ്റാരിൽ നിന്നോ എനി അതർ പേഴ്സൺ, ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കൺസിഡറേഷൻ മൂവ് ചെയ്യാം. ഇതിനാണ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറയാം. പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. ഓക്കെ, അതായത് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ എന്നൊക്കെ പറയാം. പ്രിവിറ്റി അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ. ഇപ്പൊ ഇത് ഇന്ത്യയിൽ പുതുതായിട്ട് ഇന്ത്യൻ ലോക്ക് ബ്രിട്ടീഷ് ലോയിൽ നിന്ന് കോപ്പി ചെയ്തതാണെന്ന് നമുക്കറിയാം. എന്നാൽ ബ്രിട്ടീഷ് ലോയിലേക്ക് ഇപ്പോഴും കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ എന്നാണ്. എന്നാൽ ഇന്ത്യൻ ലോയിൽ കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ എന്നുള്ള പുതിയൊരു ലോ, ഇന്ത്യയിൽ വന്നിട്ടുള്ള പുതിയൊരു കേസ്, ഒരു തമിഴ്നാട്ടിലുള്ള ഒരു കേസാണ്. ചിന്നയ്യ വേഴ്സസ് രാമയ്യ എന്ന് പറയുന്ന കേസിന്റെ ബേസിലാണ് ഈ ഒരു അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നത്. കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. അതിനെയാണ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറയാം. കൺസിഡറേഷൻ ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യുന്ന ആളിൽ നിന്ന് തന്നെ മൂവ് ചെയ്യണമെന്നില്ല, മറ്റാരിൽ നിന്നും മൂവ് ചെയ്യാം എന്നുള്ളതാണ് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. അതിനെയാണ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറയാം. അതിന്റെ കേസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. കൺസിഡറേഷൻ പാസ്റ്റ് ആവാം, പ്രസന്റ് ആവാം, ഫ്യൂച്ചർ ആവാം. കൺസിഡറേഷൻ അതായത് ഒരു കാര്യം ചെയ്തു കൊടുത്തത് ഭാവി, പണ്ട് കാലത്ത് നമുക്ക് ഒരാൾ ഒരു കാര്യം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് നമ്മൾ കോൺട്രാക്ട് ഉണ്ടാക്കുന്നത്. അതിന് പകരമായിട്ട് ഞാൻ ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞ ഒരു ഓഫർ നൽകുകയാണെങ്കിൽ അവിടെ ഒരാൾക്കുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് കൺസിഡറേഷൻ ആണ്, നേരത്തെ കിട്ടിയ ബെനിഫിറ്റ് ആണ്. അപ്പൊ കൺസിഡറേഷൻ പാസ്റ്റ് ആവാം, അതുപോലെ പ്രസന്റ് ആവാം, ഇപ്പൊ നിലവിൽ ചെയ്തു കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്തു തരാമെന്ന് പറയുന്നതാവാം. ആൻഡ് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. കൺസിഡറേഷൻ ആഡിക്വേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. കൺസിഡറേഷൻ ഇപ്പോൾ നമ്മളൊരു വസ്തു വിൽക്കുമ്പോൾ അതിന്റെ മാർക്കറ്റ് വാല്യൂ തന്നെ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ടായാൽ മതി. ബട്ട് ഇറ്റ് നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. ഇറ്റ് മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്ലീഷ്വറി. കൺസിഡറേഷൻ റിയൽ ആയിരിക്കണം ആൻഡ് പോസിബിൾ ആയിരിക്കണം. ദെൻ കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം, നിയമവിധേയമാണ്, ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാവാൻ പാടില്ല. ദെൻ കൺസിഡറേഷൻ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഡു സംതിങ് ആണ്, നെഗറ്റീവ് ടു നോട്ട് ടു ഡു സംതിങ്. അബ്സ്ട്രെയിൻ ഫ്രം ഡൂയിങ് പറഞ്ഞില്ലേ, അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, അതാണ് നോട്ട് ടു ഡു സംതിങ്, ചെയ്യാതിരിക്കുന്നത്. ചിലപ്പോൾ കൺസിഡറേഷൻ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഉദാഹരണത്തിന് ഒരാളോട് ഒരു പ്രൊഡക്റ്റ് അവർ ലോഞ്ച് ചെയ്യാൻ പോവാണ്, ഒരു എതിർ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ പറയാണ് നിങ്ങളത് ലോഞ്ച് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പേയ്മെന്റ് തരാം, അല്ലെങ്കിൽ ഇന്ന ബെനിഫിറ്റ് തരാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോൺട്രാക്ട് ചെയ്യാം. അപ്പൊ അവിടെ ഒരാളുടെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതാണ്, നോട്ട് ടു ഡു സംതിങ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രോമിസർ ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു ഡു. കൺസിഡറേഷൻ എപ്പോഴും ഓൾറെഡി നമ്മൾ ചെയ്യാനുള്ള കാര്യം ആവാൻ പാടില്ല. ഓൾറെഡി ചെയ്യേണ്ട ഒരു കാര്യം കൺസിഡറേഷൻ ആയിട്ട് പരിഗണിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ, അയാൾ അവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ ചികിത്സിക്കല് അയാളുടെ കീഴിൽ വരുന്ന, അയാളുടെ
അയാളുടെ അടുത്ത് വരുന്ന രോഗിയെ ചികിത്സിക്കൽ അയാളുടെ ഉത്തരവാദിത്വമാണ്. അതേസമയത്ത് അയാൾ പറയാണ് ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ ക്യാഷ് തരണം എന്ന് പറയാണ്, സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് തരണം എന്ന് പറയുകയാണെങ്കിൽ അത് കൺസിഡറേഷൻ ആയിട്ട് പരിഗണിക്കാൻ പാടില്ല. കാരണം ഓൾറെഡി അയാൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് നമ്മൾ പിന്നെ വേറെന്തെങ്കിലും പേയ്മെന്റ് ആവശ്യപ്പെടും. അപ്പൊ അയാൾ ഓൾറെഡി ചെയ്യേണ്ട ഒരു കാര്യമാണ് ചികിത്സ എന്നുള്ളത്. ആ ചികിത്സയാണ് ഈ രോഗിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ. അപ്പൊ അത് കൺസിഡറേഷൻ ആയിട്ട് പരിഗണിക്കാൻ പാടില്ല. അവിടെ അത് അതിന്റെ ബേസിൽ ഒരു കോൺട്രാക്ട് ചെയ്യാൻ പാടില്ല. അടുത്തത് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്സ്. പ്രിവിറ്റി എന്ന് പറയുന്നത് സ്ട്രേഞ്ചർ എന്നുള്ള അർത്ഥമാണ്. സ്ട്രേഞ്ചർ കോൺട്രാക്റ്റിൽ ഒരു സ്ട്രേഞ്ചർക്കുള്ള റോൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. അതായത് ഇവിടെ പറയുന്നത് വെച്ചാൽ രണ്ടാളുകൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിലാണ്, മൂന്നാമതൊരു പാർട്ടിക്ക് റോൾ ഇല്ല എന്നുള്ളതാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്സ്. രണ്ടാളുകൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിൽ മൂന്നാമതൊരു പുറത്തുള്ള ഒരാൾക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറയുന്നില്ല. അതാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്സ്. പുറത്തുള്ള ഒരാൾക്ക് അതിൽ ഇടപെടാൻ അധികാരമില്ല. അവർക്ക് തമ്മിലുള്ള കേസ് അവർ തമ്മിലാവണം. അതിന്റെ പേരിൽ ഒരാൾക്കെതിരെ കേസ് കൊടുക്കാനുള്ള അധികാരമില്ല. അതാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. The principle of privity of conduct states that a person who is not a party to the conduct cannot file suit against the enforcer, cannot file a suit to enforce. മൂന്നാമത് ഒരാൾക്ക് അതിലുള്ള ഒരാൾക്ക് എതിരെ കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. The conduct between Raman and Krishnan cannot be enforceable by Lakshman. രാമനും കൃഷ്ണനും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ ലക്ഷ്മണന് റോൾ ചെയ്യാം. ലക്ഷ്മണന് അതിന്റെ ഇടയിൽ കേസ് കൊടുക്കാനുള്ള അധികാരമില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ഡൺലപ്പ് കമ്പനി വേഴ്സസ് സെൽഫ്രിഡ്സ് കമ്പനി. എന്റെ കേസ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡൺലപ്പ് കമ്പനിയും സെൽഫ്രിഡ്സ് കമ്പനി തമ്മിലുള്ള ഒരു കേസാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. കേസുകളൊന്നും എക്സാമിന് ചോദിക്കാറില്ല. ഈ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എക്സാമിനേഷൻ ക്വാറ്റൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ് കോൺട്രാക്ട് ആണ്. അതിൽ നിങ്ങൾ എഴുതേണ്ടത് തേർഡ് പാർട്ടി. ആ തേർഡ് പാർട്ടിക്ക് അതിൽ റോൾ ഇല്ല എന്നുള്ളതാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. പേഴ്സൺ ഹു ഈസ് നോട്ട് എ പാർട്ടി ടു ദ കോൺട്രാക്ട് കനോട്ട് എൻഫോഴ്സ്. എന്നാൽ ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഈ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് നിങ്ങൾക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഇത് കൂടെ എഴുതി വെക്കണം. എക്സെപ്ഷൻസ് ടു പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ടിന്റെ എക്സെപ്ഷൻ, അത് മൂന്നാമതൊരു പാർട്ടിയാണെന്ന് കരുതിയിട്ട് അതിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും. ട്രസ്റ്റിന്റെ കേസ്, ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താ ട്രസ്റ്റ്? അനാഥ മന്ദിരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതായത് അനാഥ മന്ദിരങ്ങൾ. അപ്പൊ അവിടെയുള്ള അന്തേവാസികൾക്ക് അവർക്ക് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ടാവും. ആ സംഭാവന, അവിടെ നൽകുന്ന സംഭാവന നൽകുന്ന ആളും ആ ട്രസ്റ്റും തമ്മിലുള്ള ബന്ധമാണ്, റിലേഷനാണ്. അവർ തമ്മിൽ അഗ്രിമെന്റ് ഉള്ളൂ. അവിടെ താമസിക്കുന്ന ബെനിഫിഷ്യറീസുമായിട്ട് അഗ്രിമെന്റ് ഒന്നുമില്ല. പക്ഷേ അതിന്റെ ബെനിഫിറ്റ് ബെനിഫിഷ്യറീസിന് കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാം. ഈ ട്രസ്റ്റിനെതിരെ കേസ് കൊടുക്കാം. അവരതിന്റെ കോൺട്രാക്ടിന്റെ ഭാഗമല്ലെങ്കിൽ പോലും അവർക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ അവിടെ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് പറഞ്ഞിട്ട് അവർക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റിനെ തടഞ്ഞു വെക്കാൻ പാടില്ല. അത് എക്സംഷൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ട്രസ്റ്റ്. ഇതിനടുത്ത് മാരേജ് സെറ്റിൽമെന്റ് കേസിൽ, മാരേജ് സെറ്റിൽമെന്റിൽ പറയുന്നത് ഇതേപോലെ തന്നെയാണ്. അതായത് പെൺകുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ചില ഫണ്ട് ഉണ്ട്. അവർ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ അവരുടെ വിവാഹത്തിന് വേണ്ടി ഫാമിലി അറേഞ്ച്മെന്റിൽ ചില സ്വത്തുക്കളൊക്കെ നീക്കി വെച്ചിട്ടുണ്ടാവും. അവരുടെ വിവാഹത്തിന് വേണ്ടി ഇത്ര എമൗണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചോദിച്ചു വാങ്ങാനുള്ള റൈറ്റ് ആ കുട്ടിക്കുണ്ട്. അതില് അവരുമായിട്ട് ഒരു കോൺട്രാക്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് റിജക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രൊവിഷൻ ഇസ് മേഡ് ഇൻ ദ പാർട്ടീഷൻ ഓഫ് ഫാമിലി അറേഞ്ച്മെന്റ്. ഭാഗം ഇരിക്കുന്ന സമയത്ത്, അതുപോലെ വീട്ടിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വീതിക്കുന്ന സമയത്തല്ലേ, ഭാഗം വെക്കുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ്. അവിടെ അഗ്രിമെന്റ് അതിലുള്ള മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് അഗ്രിമെന്റ് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ മരണപ്പെടുന്നതിന് മുമ്പ് അവിടുത്തെ രക്ഷിതാവ് പറഞ്ഞിരുന്നത് ഈ മക്കൾക്കൊക്കെ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കാനായിരുന്നു. അല്ലെങ്കിൽ ഒരു പ്രത്യേക അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യണം. അവിടെ ഇന്ന ആളുമായിട്ട് അഗ്രിമെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിനടുത്തത് അക്നോളജ്മെന്റ് ഓർ എസ്റ്റോപ്പൽ. എസ്റ്റോപ്പല് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിഷേധി പ്രഖ്യാപനമാണ് അല്ലെ. എസ്റ്റോപ്പൽ, കോൺട്രാക്ട് ഏജൻസി ബൈ എസ്റ്റോപ്പൽ ഒക്കെ പഠിച്ചിട്ടുണ്ട്.
അതായത് ഒരാളുടെ മുന്നിൽ വെച്ചിട്ടാണ്, ഒരാളുടെ മുന്നിൽ വെച്ചിട്ട് രണ്ട് പേര് അവർ തമ്മിൽ ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്തു. എന്നിട്ട് ആ ഒരു വിശ്വാസത്തിൽ ആ തേർഡ് പാർട്ടി അവരുമായിട്ട് എഗ്രിമെന്റ് നടത്തി. ഉദാഹരണത്തിന് എയും ബിയും ആക്ട് ചെയ്യാണ് സിയുടെ മുന്നിൽ വെച്ചിട്ട്, അവർ ഏജന്റ് പ്രിൻസിപ്പൽ ആണെന്നുള്ള രീതിയിൽ. ബേസിക്കലി എയുടെ ഏജന്റ് അല്ല ബി, പക്ഷേ ബി എയുടെ ഏജന്റ് ആണ് എന്നുള്ള വ്യാജേന അവിടെ ആക്ട് ചെയ്തു, സിയുമായിട്ട് കരാറുണ്ടാക്കി. എ അവിടെ മിണ്ടാതിരുന്നതും ചെയ്തു. അങ്ങനെ മിണ്ടാതിരുന്നാല് എയുടെ ഏജന്റായിട്ട് ബിയെ പരിഗണിക്കപ്പെടും. ഓക്കെ, സി അവിടെ ആ കോൺട്രാക്ടിന്റെ ഭാഗം അല്ലെ എയും സിയും തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിൽ പോലും സിക്ക് എന്ത് ചെയ്യാം, സിക്ക് എക്കെതിരെ കേസ് കൊടുക്കാം. അത് എക്കനോളജ്മെന്റ് ഓർ എസ്റ്റോപ്പൽ. എസ്റ്റോപ്പൽ നിങ്ങൾ കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ പഠിക്കുന്നുണ്ട്, ഏജൻസി ബൈ എസ്റ്റോപ്പൽ. ദെൻ കോൺട്രാക്ട് ത്രൂ ഏജൻസ്. ഏജൻസി കോൺട്രാക്ട് ചെയ്യും. മറ്റുള്ള എല്ലാ ഏജൻസി കോൺട്രാക്റ്റുകളും ഇതുപോലെ തന്നെ ഏജന്റ് കോൺട്രാക്ട്, ഏജന്റും പ്രിൻസിപ്പലും തമ്മിലാണ് കോൺട്രാക്ട് ഉണ്ടാവുക. ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഏജന്റ് നടത്തുന്ന കോൺട്രാക്റ്റുകൾ ആ തേർഡ് പാർട്ടിക്ക് പ്രിൻസിപ്പൽക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രിൻസിപ്പൽക്ക് തേർഡ് പാർട്ടിക്കെതിരെയും കേസ് കൊടുക്കാൻ പറ്റും. അവിടെ അവര് തമ്മിൽ കോൺട്രാക്ട് നേരിട്ടില്ലെങ്കിൽ പോലും ഇവിടെ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ടിന് എക്സംഷൻ ആണ് കോൺട്രാക്ട് ത്രൂ ഏജന്റ്. The last one, assignment of a contract. Assignment of contract, നമുക്ക് കോൺട്രാക്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഏജൻസി പോലെ തന്നെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന കേസിലും ഇങ്ങനെ വരും. സോ ഇവിടെ കൺസിഡറേഷനിൽ നിങ്ങൾ പഠിക്കുന്ന കൺസിഡറേഷന്റെ ഡെഫിനിഷനും കൺസിഡറേഷന്റെ ഫീച്ചേഴ്സ്, പിന്നെ എന്താണ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ, അതിന്റെ എക്സംഷൻസ്. ഓക്കെ, എക്സംഷൻസ് നിങ്ങളെ പോയിന്റുകൾ എഴുതി വെച്ചാൽ മതി. എത്ര മാർക്കിനാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് പിന്നെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ എഴുതിയാൽ മതി. പിന്നെ ഇതിലുള്ള ഒരു പോയിന്റ് ആണ് മിഥുൻ ഫാക്ടർ. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്ട് ഇല്ല, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്ട് വാലിഡ് അല്ല. അതിനെയാണ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് എന്ന് പറയാം. അതിന്റെ ലാറ്റിൻ വേർഡ് ആണ് മിഥുൻ ഫാക്ടർ. Consideration is essential element of a valid contract. A promise without consideration is null and void. Consideration ഇല്ലെങ്കിൽ ആ കോൺട്രാക്ട് null and void ആണ്. It is called naked promise or Mithun factor. അതിനാണ് naked promise അല്ലെങ്കിൽ Mithun factor എന്ന് പറയാം. എന്നാൽ ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. കൺസിഡറേഷൻ ഇല്ലെങ്കിലും കോൺട്രാക്ട് വാലിഡ് ആവുന്ന ചില കേസുകളുണ്ട്. ഒന്ന്, പ്രോമിസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷന്റെ ബേസിലുള്ള കോൺട്രാക്ട് ആണെങ്കിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും കോൺട്രാക്ട് വാലിഡ് ആണ്. നാച്ചുറൽ ലവ്, ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊക്കെയുള്ള അവര് ഉണ്ടാക്കുന്ന അഗ്രിമെന്റ് ആണ്. അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും കോൺട്രാക്ട് വാലിഡ് ആണ്. Then promise to compensate for voluntary services. Voluntary service, സ്വമേധയാ ഒരു കാര്യം ചെയ്തതാണ്, പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ വളണ്ടറി സർവീസ് ആയിട്ട് ചെയ്തതാണ്. പക്ഷേ പിന്നീട് മറ്റേ പാർട്ടി പറഞ്ഞു, ഞാൻ അതിന് എനിക്ക് ആരുടെ ഔദാര്യമൊന്നും വേണ്ട, ഞാൻ അതിന് പേയ്മെന്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് വാലിഡ്, ഇനി അത് കൊടുക്കണം. ഓക്കെ, അവിടെ ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം കൺസിഡറേഷൻ ഇല്ലേ, കൺസിഡറേഷൻ ഒന്നും ഇല്ല. അയാൾ പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ അതിന് കൺസിഡറേഷൻ ഒന്നും ഓൾറെഡി കോൺട്രാക്ട് പ്രകാരം ഇല്ല, എങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞതാണ്, എങ്കിലും ആ കോൺട്രാക്ട് വാലിഡ് ആണ്. Then agreement to pay time bearer debts. അതേപോലെ തന്നെ ഡേറ്റ് കഴിഞ്ഞത്, കാലാവധി കഴിഞ്ഞ കടമാണ്. ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടമൊക്കെ എഴുതി തന്നു, കോടതി മുന്നേ പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കാലാവധി കഴിഞ്ഞ കടമാണ്. കാലാവധി കഴിഞ്ഞാല് പിന്നെ കഴിഞ്ഞ കടം ആള് പറഞ്ഞു അത് ഞാൻ തരാം, കാലാവധി കഴിഞ്ഞത് ഓക്കെ, പക്ഷെ എന്നാലും ഞാൻ ആ കടം വീട്ടാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എന്തായാലും റിവൈസ് ചെയ്ത് കഴിഞ്ഞു, റിന്യൂ ചെയ്തു, ഇനി അത് കൊടുക്കണം. അപ്പൊ അവിടെയും അത് പ്രത്യേക റിവ്യൂ ചെയ്യാൻ വേണ്ടി പ്രത്യേകം കൺസിഡറേഷൻ ഒന്നും ആർക്കും ഇല്ലെങ്കിൽ പോലും കോൺട്രാക്ട് വാലിഡ് ആണ്. ദെൻ കോൺട്രാക്ട് ഓഫ് ഏജൻസി. കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ ഏജന്റിന് കൺസിഡറേഷൻ ഒന്നും കൊടുത്തില്ലെങ്കിലും ഏജൻസി കോൺട്രാക്ട് വാലിഡ് ആണ്. ഏജന്റിന് കൺസിഡറേഷൻ നിർബന്ധമില്ല, ഏജന്റിന് സാലറി കൊടുക്കണം നിർബന്ധമില്ല. അത് ആസ് പെർ അഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നിർബന്ധമല്ല. സോ ഏജൻസി കോൺട്രാക്ട് കൺസിഡറേഷൻ വേണമെന്നുള്ളത് നിർബന്ധമല്ല. ദെൻ കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. ഗിഫ്റ്റിന്റെ കേസിലും കൺസിഡറേഷൻ വേണമെന്നില്ല. ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തു, അതിന് കൺസിഡറേഷൻ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു വാങ്ങാൻ പറ്റുമോ? ഇല്ല. ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വാങ്ങാൻ പറ്റില്ല. അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും ആ കോൺട്രാക്ട് വാലിഡ് ആണ്.
അതുപോലെ റെമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരാളുടെ നിന്ന് കിട്ടാനുള്ള എമൗണ്ട് നമ്മൾ കുറച്ച് കൊടുക്കുക, ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ് റെമിഷൻ എന്ന് പറയാം. അതായത് ഫുൾ എമൗണ്ട് ഇപ്പൊ തരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും തന്നാൽ മതി. ഒരാൾ നമുക്ക് 1,00,000 രൂപ തരാണ്ട് ആൾക്ക് അത് തരാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല, ഒരു 50,000 രൂപ തന്നാൽ അതോടുകൂടി ഞാൻ കടം എഴുതിത്തള്ളാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാണ് റെമിഷൻ എന്ന് പറയാം. അപ്പൊ ആ കോൺട്രാക്റ്റിൽ നമ്മളിപ്പോ അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് കൊടുക്കുന്നതിന് പ്രത്യേകം കൺസിഡറേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും കോൺട്രാക്ട് വാലിഡ് ആണ്. സോ ഇത്രയാണ് കൺസിഡറേഷനിൽ പഠിക്കാനുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കൺസിഡറേഷനിൽ നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടത് കൺസിഡറേഷന്റെ ഡെഫിനിഷൻ, അതിന്റെ ഫീച്ചേഴ്സ്, പിന്നെ എന്താണ് പ്രിമിറ്റീവ് കോൺട്രാക്ട്, എന്താണ് അതിന്റെ എക്സെംഷൻസ്, അതുപോലെ എന്താണ് ന്യൂതും പാക്ടോ അല്ലെങ്കിൽ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്, അതിന്റെ എക്സെംഷൻസ് എന്തൊക്കെയാണ്. നിങ്ങൾ ഈ പോയിന്റുകൾ അറ്റ്ലീസ്റ്റ് പോയിന്റുകളൊക്കെ പഠിച്ചു വെക്കാം. എക്സാമിന് അതിന്റെ എക്സ്പ്ലനേഷനും ഒക്കെ എഴുതാൻ നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ എന്താണോ ഓർമ്മ വരുന്ന എഴുതുക, മാക്സിമം സ്പീഡിൽ എഴുതണം. കാരണം നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അത് വേഗത്തിൽ എഴുതി പഠിക്കണം. വേഗത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവണം, സബ്ജക്ട് എങ്ങനെ എഴുതണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ആദ്യം ഉണ്ടാവണം. നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നന്നായി സ്പീഡിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും വരുമ്പോൾ എന്തൊക്കെ എഴുതണം എന്നുള്ളതിനെ കുറിച്ച് ആദ്യ ധാരണ, അവിടെ വെച്ച് ധാരണ ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറെ ആലോചിച്ച സമയം പോവാം. അപ്പൊ എല്ലാത്തിന്റെയും പോയിന്റുകൾ നിങ്ങൾ ഫസ്റ്റ് ഔട്ട്ലൈൻ ചെയ്ത് എഴുതി വെക്കുക. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങളുടെ സമയത്തിനനുസരിച്ച്, അതുപോലെ തന്നെ വെറുതെ ആലോചിച്ചുന്ന സമയം കളയുന്നത്. അപ്പൊ എന്താണോ കിട്ടുന്നത് അതങ്ങോട്ട് എഴുതി വെക്കാം. പ്രത്യേകിച്ച് കീവേഡ്സുകളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യാം. ഇപ്പൊ സമയം 1 മണിയായി. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നാളെ ഷെഡ്യൂൾ എങ്ങനെ 4 മാർക്കിന് എത്ര പോയിന്റ് എഴുതേണ്ടി വരും? 4 മാർക്കിനാണെങ്കിൽ പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മളോട് ചോദിക്കുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ എസെൻഷ്യൽ എലമെന്റ്സ് എല്ലാ പോയിന്റും എഴുതണം. അതിപ്പോ 4 മാർക്കിനാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ കുറച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ഇവിടെ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് ആണ് ചോദിച്ചെങ്കിൽ അത് എന്താണ്? കൺസിഡറേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ എ വാലിഡ് കോൺട്രാക്ട്. അതിന് വിതൗട്ട് കൺസിഡറേഷൻ കോൺട്രാക്ട് ഈസ് നൾ ആൻഡ് വോയിഡ്, അതാണ് എഴുതേണ്ടത്. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് 2 മാർക്കിനൊക്കെ ആവുള്ളൂ. 4 മാർക്കിനാണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സെംഷൻസ് കൂടെ എഴുതണം. ഈ എക്സെംഷൻസ് കൂടെ എഴുതിയാൽ മതി. ഇത്ര എഴുതിയാൽ തന്നെ ഈ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും 4 മാർക്കാണെന്നുണ്ടെങ്കിൽ അതിന് മാർക്ക് ഇടേണ്ടതാണ്. പക്ഷെ ചിലരത് 3.5 ഇടുള്ളൂ, എക്സ്പ്ലനേഷൻ കൂടുതലില്ല എന്ന് കരുതിയിട്ട്. പക്ഷെ അതിന് പ്രശ്നമില്ല, കാരണം നിങ്ങൾക്ക് എക്സ്ട്രാ വേറെയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാലോ. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ 4 മാർക്കിനൊക്കെ ആണെങ്കിൽ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ഇനി കുറച്ചുകൂടെ എഴുതണം എന്ന് തോന്നുകയാണ്, ഓരോന്നിനും 2 വരിയെങ്കിലും എക്സ്പ്ലനേഷൻസ് എഴുതിയാൽ ഒന്നുകൂടെ നന്നാവും. ചില വാല്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അനുസരിച്ചാണ്. ചില ആളുകൾ ചിലപ്പോൾ കൂടുതൽ പേജ് നിറഞ്ഞിട്ടില്ലെങ്കിൽ മാർക്ക് ഇടൂല. ചില ആളുകൾക്ക് കൺസെപ്റ്റുകൾ ഉണ്ടായാൽ മതിയാവും. അങ്ങനെ കൂടുതൽ പിന്നെ പ്രത്യേകം എക്സാം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നമ്പറുകളൊക്കെ മാർജിന്റെ പുറത്താവണം. ഇതിന്റെ ഉള്ളിലുള്ള ഈ നമ്പറുകളൊക്കെ അത് ഉള്ളിൽ തന്നെ വരാൻ പാടുള്ളൂ, മാർജിന്റെ പുറത്തേക്ക് വരരുത്. അതുപോലെ വൃത്തിയായിട്ട് എഴുതാം, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി നമുക്ക് അടുത്ത നാളെ ഈ സമയത്ത് ഷെഡ്യൂൾ ചെയ്തൂടെ? കുറച്ചുകൂടെ നേരത്തെ ചെയ്തൂടെ? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം.